ാണ് ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ഇന്നത്തെ വിഷയം പുതുച്ചേരിയിലെ കോൺഗ്രസ് ബി.ജെ.പിയിൽ എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ചില വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ആ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലേക്കും അതിഥികളെല്ലാവരും തയ്യാറായിട്ടുണ്ട്. അവരുടെ കൂടി ശ്രദ്ധയിലേക്കാണ് ഈ ചെറിയ മാറ്റം, അല്പനേരം ഒരു മാറ്റം ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ചർച്ചയ്ക്ക് മുമ്പ് ഉണ്ട് എന്ന് അറിയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദ്യോഗാർത്ഥികളുടെ സമരം, PSC നിയമനവുമായി നിലനിൽക്കുന്ന വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിനിടയിൽ പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ സമരങ്ങൾ, ഇതെല്ലാം നിൽക്കുമ്പോഴാണ് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. ഇക്കാര്യങ്ങളിൽ ഈ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കിയും പ്രതിപക്ഷം രാഷ്ട്രീയ സമരം നടത്തുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ മുൻനിലപാടുകൾ, ഭരണകാലത്തെടുത്തിട്ടുള്ള നടപടികൾ, ആ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉദ്യോഗാർത്ഥികൾ വീണുപോകരുത് എന്ന നിലയിൽ മുഖ്യമന്ത്രി നൽകിയ മുന്നറിയിപ്പ്, അതേസമയം അനന്തമായി റാങ്ക് ലിസ്റ്റുകൾ നീട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് പരീക്ഷ എഴുതാനടക്കം കാത്തിരിക്കുന്ന പതിനായിരക്കണക്കായിട്ടുള്ള യുവജനങ്ങളെ അത് മറ്റൊരു തരത്തിൽ അതിസാരമായി വളരെ ഗൗരവമായി ബാധിക്കുന്നതാണ് എന്ന പ്രശ്നം, ഇതെല്ലാം ആണ് വളരെ വിശദമായി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് ഉദ്യോഗാർത്ഥികൾ പോകേണ്ടതുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് ആദ്യം. ഈ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ നാടിൻ്റെ സന്തതികളാണ്. അവരോട് സർക്കാരിന് എപ്പോഴും അനുകമ്പ മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യുക എന്ന നിലപാടും സമീപനവുമാണ് സർക്കാരിനുള്ളത്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പാവപ്പെട്ട തൊഴിലന്വേഷകർ അവരെ അപകടകരമായ രീതിയിൽ സമരം നടത്താൻ പ്രേരിപ്പിക്കുന്നത് അതൊരു പ്രതിപക്ഷത്തിൻ്റെ കളി, അപകടകരമായ കളിയാണ് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. അത് തിരിച്ചറിയാൻ ഈ യുവജനങ്ങൾക്ക് കഴിയണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കാലത്ത് റെക്കോർഡ് നിയമനങ്ങളാണ് നടന്നത് എന്ന് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞത്, കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നത് പുതിയ തലമുറയുടെ അവസരം നിഷേധിക്കലാണ് എന്നതുകൂടി ഓർക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് PSCയുടെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന പുതിയ തലമുറ, അതുപോലെ തന്നെ 35 വയസ്സ് പ്രായത്തിൻ്റെ പരിധിക്കടുത്ത് അടുത്ത പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ആളുകൾ, ആ നിലയിലേക്കൊക്കെയുള്ള പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരുടെ പുതിയ തലമുറയുടെ അടക്കം അവസരം നിഷേധിക്കലാണ് കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത കൊണ്ട് സംഭവിക്കുക എന്നുകൂടിയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇക്കാര്യത്തിലുള്ള നടപടികളെയും മുഖ്യമന്ത്രി നിശിതമായി വിമർശിക്കുകയുണ്ടായി. ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകളെ രാഷ്ട്രീയമായുള്ള മുതലെടുപ്പിനായി ഉപയോഗിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി എന്നുകൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുട്ടിലിഴയേണ്ടത്, ഇന്നലെ സമരരീതിയുമായി ബന്ധപ്പെട്ട് വന്ന ആ പശ്ചാത്തലത്തെ മുഖ്യമന്ത്രി പരാമർശിച്ചത് ഇങ്ങനെയാണ്: മുട്ടിലിഴയേണ്ടത് യുവജനങ്ങളല്ല, ഉദ്യോഗാർത്ഥികളല്ല, ഉമ്മൻചാണ്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ നിയമന നിരോധനങ്ങളുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയും വിമർശനവും. ഇവിടെ കണ്ട ഒരു കാഴ്ച, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കാലുപിടിക്കൽ രംഗം കണ്ടു. യഥാർത്ഥത്തിൽ ആരുടെ കാലാണോ പിടിച്ചത് അദ്ദേഹമാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത്. എന്നിട്ട് പറയണം, എല്ലാ കഷ്ടത്തിനും ഇടയാക്കിയത് താനാണ് ഇതിന് ഉത്തരവാദി. അവരോട് അത്തരമൊരു തുറന്നു പറച്ചിലുണ്ടായാൽ അല്പം അവരോട് നീതി നടത്തി എന്ന് പറയാൻ പറ്റും. മുട്ടിലഴയേണ്ടതും മറ്റാരുമല്ല.
ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജീവൻ, അല്പം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള നിയമനങ്ങളുടെ കണക്കുകൾ UDF കാലത്തേതിനേക്കാൾ എല്ലാ മേഖലകളിലും വളരെ വലിയ തോതിൽ കൂടുതലായി തന്നെ നടത്തിയിട്ടുണ്ട്, റെക്കോർഡ് നിയമനം നടത്തിയിട്ടുണ്ട് എന്ന കണക്കുകൾ മുൻപ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത് വിശദമായി തന്നെ ഇന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക എന്ന് പറയുന്ന പ്രവണതയിലെ ഒരു അപാകതയെക്കുറിച്ചാണ്. പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന യുവജനതയോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ അപാകതയും അവിവേകവും അക്കാര്യത്തിലുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായോ? ജീവൻ. തീർച്ചയായും. കാരണം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആദ്യാവസാനം കേൾക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായി തന്നെ ഒരു കാര്യം മനസ്സിലാവും. ഒന്ന്, മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് രണ്ട് ഭാഗങ്ങളായി വേണമെങ്കിൽ മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ നമുക്ക് തിരിക്കാം. ഒന്ന്, ഇവിടെ നടക്കുന്ന റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന യഥാർത്ഥ പ്രശ്നം, ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പറഞ്ഞ് റാങ്ക് ഹോൾഡേഴ്സിനെ അടക്കം അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ അടക്കം മനസ്സിലാക്കാനായി ശ്രമിക്കുന്ന മുഖ്യമന്ത്രി. മറ്റൊന്ന്, ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറി അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തോടുള്ള കൃത്യമായ മറുപടി. ഈ രണ്ട് ഭാഗങ്ങളും ചേരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം. അതിലൊന്ന്, ഏറ്റവും പരമപ്രധാനമായി അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിനോട്, പൊതുസമൂഹത്തോട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്. ഇതര സർക്കാരുകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം നിയമനങ്ങൾ നൽകിയ ഒരു സർക്കാരാണ് തൻ്റേത്. അതിന് വളരെ വ്യക്തമായ കണക്കുകൾ അദ്ദേഹം പറയുകയുണ്ട്. ജീവൻ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് തന്നെ ഈ ഉദ്യോഗാർത്ഥികളോടും ആ സമൂഹത്തോടും യുവജനതയോടും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആ പട്ടികയിൽ, റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഉള്ളതിലും അപ്പുറം പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർ, പുതിയ PSC പരീക്ഷയ്ക്കായി റാങ്ക് ലിസ്റ്റുകൾക്കായി കാത്തിരിക്കുന്നവർ, പരീക്ഷകളിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ, യുവജനങ്ങൾ, അവരെ ഇന്നും അകറ്റി അവരുടെ അവസരങ്ങൾ കൂടി നിഷേധിക്കലായി ഈ റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുക എന്ന പ്രവണതയെ, അത്തരമൊരു തെറ്റായ പ്രവണത കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ജീവൻ ഒന്ന് കേട്ടുകൊണ്ട് ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കുറച്ചുകൂടി വിശദമായി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ആദ്യം. റാങ്ക് ലിസ്റ്റ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലന്വേഷകരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നത് ഗൗരവതരമായ കാര്യമാണ്. കൃത്യമായി പരീക്ഷകൾ നടത്തുകയും ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിലൂടെ എല്ലാവർക്കും അവസരം ഒരുക്കുകയുമാണ് സർക്കാരിൻ്റെ നയം. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, പാവപ്പെട്ട തൊഴിലന്വേഷകർ അവരെ അപകടകരമായ രീതിയിൽ സമരം നടത്താൻ പ്രേരിപ്പിക്കുന്നത് അതൊരു പ്രതിപക്ഷത്തിൻ്റെ കളി, അപകടകരമായ കളിയാണ് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ജീവൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ലക്ഷക്കണക്കായ തൊഴിലന്വേഷകരെ സംബന്ധിച്ച ഗൗരവമുള്ളൊരു പ്രശ്നമല്ലേ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്? തീർച്ചയായും ശരത്ത്. കാരണം ഈ നടക്കുന്ന സമരങ്ങളിലെല്ലാം ഉയർന്നു വരേണ്ടതോ അല്ലെങ്കിൽ വേണ്ടത്ര ചർച്ചയാവാത്തതോ ആയ ഒരു പ്രശ്നമാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇങ്ങനെ അനിയന്ത്രിതമായി നീട്ടുക എന്നത്. പലപ്പോഴും സർക്കാരിനെതിരെ സമരങ്ങൾ വരുന്ന ഘട്ടത്തിൽ സർക്കാർ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അത് നീട്ടുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ അനിയന്ത്രിതമായി നീട്ടിപ്പോകുമ്പോൾ ഇനി ഒരു പരീക്ഷ എഴുതാൻ കഴിയാത്ത ഒരു തലമുറ ഇവിടെയുണ്ട്, അവരോടുകൂടി സർക്കാർ നീതി പുലർത്തേണ്ടതുണ്ട് എന്ന വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ കാര്യം വളരെ വ്യക്തമായിരുന്നു. റാങ്ക് ലിസ്റ്റുകൾ അനിയന്ത്രിതമായി ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്ന ഒരു പുതിയ പ്രവണത, ആ പ്രവണത ഉണ്ടാവുന്നതിൻ്റെ കാരണം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള വേക്കൻസികളേക്കാൾ 5 ഇരട്ടി ആളുകളെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു റാങ്കിൻ്റെ പട്ടിക തയ്യാറാക്കുന്നത്. ഒരുപക്ഷെ അത് സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് നരേന്ദ്ര കമ്മീഷൻ നേരത്തെ ശുപാർശകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് PSC അത്തരത്തിലൊരു സമീപനം ഇപ്പോൾ സ്വീകരിക്കുന്നത്. അങ്ങനെ റാങ്ക് പട്ടികയിൽ
റാങ്കിലുള്ള എല്ലാവരും നിയമനം നേടുക എന്നൊരു രീതി ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നതല്ല. അത്തരം കാര്യങ്ങൾ കൂടി ഈ സമരം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇവരുമായി ചർച്ചയുണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ കാര്യമാണ്. ഉദ്യോഗാർത്ഥികൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ശ്രമിക്കണം. വിവിധ സർക്കാർ കണക്കുകൾ ഈ കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ UDF സർക്കാരിനെ അപേക്ഷിച്ച് LDF സർക്കാർ വിവിധ വകുപ്പുകളിൽ നൽകിയ നിയമനങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പക്ഷേ അതിൽ ഏറ്റവും പരമപ്രധാനമായി ഉണ്ടായിരുന്നത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ ആക്രമണം തന്നെയായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരപന്തലിലെത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ഒരു നാടകം ചൂണ്ടിക്കാട്ടിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രവൃത്തി ചൂണ്ടിക്കാട്ടിയായിരുന്നു അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത്. റാങ്ക് ഹോൾഡേഴ്സ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നൊരു സമീപനം ഉണ്ടായപ്പോൾ 2002 അന്ന് UDF ഏകോപന സമിതി യോഗം ചേർന്ന് സംസ്ഥാനത്ത് നിയമന നിരോധനവും ഉള്ള തസ്തികകൾ വെട്ടിക്കുറയ്ക്കലും UDFിൻ്റെ ഏകോപന സമിതി ശുപാർശ ചെയ്യുമ്പോൾ ആരായിരുന്നു അന്നത്തെ കൺവീനർ? അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നില്ലേ കൺവീനർ? ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, കാല് പിടിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളല്ല, ഉദ്യോഗാർത്ഥികളുടെ കാല് പിടിക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ്, മുട്ടിലിഴയേണ്ടതും മറ്റാരുമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ശരത്, ജീവനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. മുഖ്യമന്ത്രി നൽകിയ ആ രാഷ്ട്രീയ വിമർശനം 2002 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ UDF കൺവീനറായി ഉമ്മൻചാണ്ടിയിരിക്കെ നിയമന നിരോധനമടക്കം അതിശക്തമായി നടന്ന സമരം, അതിനെതിരായി എടുത്തുള്ള നടപടികൾ, വിവാദപരമായ പരാമർശങ്ങൾ, ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളല്ല, ഉദ്യോഗാർത്ഥികളുടെ കാല് പിടിക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ് എന്ന വിശദീകരണം എന്ന വിമർശനം മുഖ്യമന്ത്രി നടത്തിയത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കായ ആളുകളുടെ അവസരം നിഷേധിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ അനിയന്ത്രിതമായി നീട്ടുക എന്നത് ഒരു തരത്തിലും യോജിക്കാവുന്ന കാര്യമല്ല. ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണ് സർക്കാർ, അവർ ഈ നാടിൻ്റെ മക്കളാണ്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ മനസ്സിലാക്കണം, അതിൽ വീണു പോകരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കണക്കുകൾ നിരത്തി PSC നിയമനത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുകൂടി അദ്ദേഹം ഇന്ന് വിശദീകരിക്കുകയുണ്ടായി. ജീവൻകുമാറാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിശദീകരണങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ചയിലേക്ക് പോവുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പുതുച്ചേരിയിലെ രാഷ്ട്രീയ നാടകങ്ങളാണ്, കുതിര കച്ചവടമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് MLA മാർ കൂട്ടത്തോടെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. ഒരു MLA കൂടി അടർത്തിയെടുക്കാനായാൽ സർക്കാരിനെ താഴെ ഇറക്കാനാകും. ഇപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷം ഇല്ലാതായി നിൽക്കുന്നു. MLA മാർ അങ്ങനെ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നു. സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായി കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഒരാളെ കൂടി രാജിവെപ്പിച്ചാൽ സർക്കാരിനെ മറിച്ചിടാം BJPക്ക് എന്നുള്ളതാണ് അവസ്ഥ. കേരളത്തിനും തമിഴ്നാടിനുമൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനമാണ് പുതുച്ചേരി. ഏതാണ്ട് 3 മാസം പോലും, ഇനി മാസങ്ങൾ പോലും ആയുസില്ലാത്ത ഒരു സർക്കാരിനെ പോലും ആ വിധം മറിച്ചിടാൻ കഴിയുന്നു. സ്വന്തം സർക്കാരിനെ ആ വിധത്തിൽ ഉപേക്ഷിച്ച് പോകാൻ കോൺഗ്രസ് MLA മാർ തയ്യാറാകുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതുവിധേനയും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് BJP എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്ന വിഷയം ഈ രാഷ്ട്രീയ കുതിര കച്ചവടമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. അധികാരമുണ്ടായാലും BJPയെ നേരിടാനാവില്ലെന്ന് കോൺഗ്രസ് സ്വയം തെളിയിക്കുന്നു. പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചു നിർത്താൻ കോൺഗ്രസ് പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJPയോ? പുതുച്ചേരിയിലെ കുതിരക്കച്ചവടം കേരളത്തിനും പാഠമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് മുൻ MP ശ്രീമതി CS സുജാത, മുൻ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, BJP ഉത്തരമേഖലാ പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ദേശീയ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ്. ടെലിഫോൺ ലൈനിൽ മാഹി MLA ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്ററേയും പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അങ്ങേയറ്റം അപകടകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥ സംഘടനാപരമായി നോക്കുമ്പോൾ കോൺഗ്രസ് നേരിടുകയല്ലേ? പുതുച്ചേരിയിലെ കൂടി സാഹചര്യങ്ങൾ കാണുമ്പോൾ വസ്തുതാപരമായ ഒരു വിലയിരുത്തലിൽ താങ്കളത് ശരിവെക്കുമോ? ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം BJP നടത്തുന്ന കുതിരക്കച്ചവടം ഏത് സാഹചര്യത്തിലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന കാര്യം ആരും ചിന്തിക്കുകയില്ല.
കേവലം 2-3 മാസം മാത്രം ആയുസ് ബാക്കിയുള്ള ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ പോലും തകിടം മറിക്കാൻ അത് BJP-ക്കാർ ശ്രമിക്കുന്നു എന്ന് വരുന്നത് അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ കാലവും ഓരോ MLA-മാർക്കും MP-മാർക്കും ബോഡി ഗാർഡിനെയും കൺമേനെയും വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക അസാധ്യമാണ്. അവിടെ പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ടെറിറ്ററി എന്ന നിലയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണറിൽ നിക്ഷിപ്തമായ അമിതാധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായി ആ ഗവൺമെന്റിന് തകിടം മറിക്കാൻ, താഴെത്തിറക്കാൻ പരിശ്രമിക്കുകയാണ്. ആദ്യം കുറെ കാലം ആ ഗവൺമെന്റിനെ സാമ്പത്തികമായി കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. അതിനെ അതിജീവിക്കാൻ മുഖ്യമന്ത്രി നാരായണസ്വാമിക്ക് കഴിഞ്ഞപ്പോ ഫിസിക്കലായി തന്നെ ഈ ഗവൺമെന്റിനെ താഴെത്തിറക്കുന്നതിന് ഭരണകൂടങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട്, കേന്ദ്ര യൂണിയൻ ഭരണകൂടങ്ങളെല്ലാം ഇപ്പോഴും ലഫ്റ്റനന്റ് ഗവൺമെന്റും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ശ്രമത്തെ, ആ ശ്രമത്തിന്റെ ഭാഗം അധികാരത്തിന് വേണ്ടിയുള്ള അതിനെ നുണയാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അതല്ലാതെ ആശയപരമായ ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂട്ടർ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത് എന്ന് ഒരാളും പറയുകയില്ല. അധികാരം നടയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണം. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്ന ആ ഒരു അനോട്ടേഷൻ അത് തികച്ചും അനവസരവും അടിസ്ഥാനരഹിതവും ഒരു കാരണവശാലും അത് ഒന്നിനോടും യോജിക്കാത്തതുമാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ രാഹുൽ ഗാന്ധി നാളെ അവിടേക്ക് ചെല്ലാനായി പോകുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറയാം. നമ്മൾക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ്. കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതാണ്. മന്ത്രിസഭയിലെ രണ്ടാമൻ മുൻ PCC അധ്യക്ഷൻ നമശിവായം, മുൻ PCC അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ താരതമ്യം ചെയ്ത രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നൊക്കെ പറയുന്ന മുൻ PCC അധ്യക്ഷന്മാരെ പോലെ തന്നെയാണ് നമശിവായം. ഒപ്പം സംസ്ഥാന KPCC-യുടെ ജനറൽ സെക്രട്ടറിമാരെ പോലെ തന്നെ ആ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറിമാർ ഒപ്പം പോവുകയാണ്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിമാരെന്ന് പറയുമ്പോൾ നിലവിലുള്ളവരിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പഴകുളം മധു, അവരൊക്കെ ജനറൽ സെക്രട്ടറിമാരാണ്. ഞാൻ പറഞ്ഞത് ഈ സ്റ്റേച്ചറിലൊക്കെയുള്ള ഒരു സ്റ്റേറ്റിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ നയിക്കുന്നവരാണ് പോയത്. ഏതെങ്കിലും സ്വതന്ത്ര MLA-യോ അല്ലെങ്കിൽ ഒന്നുമല്ല പോയിട്ടുള്ളത്. അപ്പോൾ സംഘടനാപരമായി കോൺഗ്രസ് ദുർബലപ്പെട്ടു പോട്ടെ. മറ്റൊന്ന് ഞാൻ പറയാം. താങ്കൾ പറഞ്ഞ പോലെ കിരൺ ബേദി ലഫ്റ്റനന്റ് ഗവർണർ പല നിലയ്ക്കും ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു, തർക്കമില്ല, ശരിയാണ്. പക്ഷേ ഒടുവിൽ സംഭവിച്ചെന്താണ്? കാലാവധി തീരുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ് സർക്കാരിനെ പൂട്ടുന്ന അവസ്ഥ എത്തിയില്ലേ? അല്ല, അത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. അല്ല, വിമർശിക്കണ്ടേ? വിമർശിച്ച് ആ വിമർശനങ്ങൾ കേട്ട് നവീകരിക്കണ്ടേ ആ പാർട്ടി? കേൾക്കുന്നില്ല സർ. ശരത്തെന്താ പറഞ്ഞേ? അതായത് തീർച്ചയായും വിമർശനത്തിന് വിധേയമാകേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ വിമർശനങ്ങളിൽ നിന്ന് നവീകരിക്കാൻ തയ്യാറാകണ്ടേ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി? ഞങ്ങൾക്കൊക്കെ അപമാനകരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉള്ള ഇത്തരം ചില അധികാര ദുർമോഹികൾ, അവര് ഏത് വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ളവരായാലും ശരി, ഇതിനേക്കാളൊക്കെ വലിയ മഹാനാണ് എന്ന് ഇന്ത്യ രാജ്യം മുഴുവൻ കൊണ്ടു നടന്നിട്ടുള്ള ഒരാളാണല്ലോ ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി, കോൺഗ്രസിനെ വിട്ടുപോയിട്ടില്ലേ? അതൊക്കെ കാണിക്കുന്നത് നേരത്തെ മുതലേ നമ്മൾ എടുക്കേണ്ടുന്ന ചില രാഷ്ട്രീയ ആശയങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ പച്ചത്തുരുത്താണ് എന്ന് കണ്ട് അതിൽ അകൃഷ്ടരായി വന്നിട്ടുള്ള കുറെ പേരുകൾ ഉണ്ടായിരുന്നു. അവർ ഈ പ്രതിസന്ധികളിൽ കാലഘട്ടങ്ങളിൽ പുതിയ കുലം തേടി പോകുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്റെ ധാരണ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കറിയാം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇവർക്കൊന്നും സ്ഥാനങ്ങൾ ലഭ്യമാവാൻ സാധ്യതയില്ല. കോൺഗ്രസ് വെക്കുന്ന ചില മാനദണ്ഡങ്ങൾ വെച്ച് ഇവർ എന്ന് ഭയപ്പെട്ടുകൊണ്ടാകണം ഇവർ
പച്ചത്തുരുത്ത് നോക്കി തോന്നുന്നത്. പക്ഷെ ചെന്ന് പെടുന്നത് എവിടെ? വെറും കേവലം 3% വോട്ട് മാത്രം. വോട്ടിന്റെ വെറും ഞാൻ 3% വോട്ട് മാത്രം വോട്ട് ബേസുള്ള ഒരു പാർട്ടിയുടെ അംഗത്തിലേക്കാണ് ഇവർ ചെല്ലുന്നത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പക്ഷേ ഗവൺമെന്റ് ഉണ്ട്, കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് ഞങ്ങളെ എല്ലാം സംരക്ഷിച്ചുകൊള്ളും എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തിക്ക് കേരളം മാത്രമല്ല, ഇന്ത്യ രാജ്യം മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും ജനവിഭാഗത്തിന്റെയും എതിർപ്പും പ്രതികൂല സാഹചര്യങ്ങളെ എതിരിടുവാനുള്ള ശക്തി കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഇതിലൂടെ സംഭരിക്കുകയുമാണ് ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, നേരത്തെ കർണാടകയിൽ ഓപ്പറേഷൻ താമര എന്ന നിലയിൽ വളരെ ശക്തമായി തന്നെ ആ മുന്നണിക്കെതിരെ യെദ്യൂരപ്പയും കർണാടകയിലെ BJPയും പോകുന്നതും ഭരണം പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതിപ്പോൾ പുതുച്ചേരി എന്ന് പറയുന്നത് തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്. അവിടെ ഇത്രയും സാധിക്കുന്നു എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് വലിയ ഊർജം പകരുന്നതാണോ? കോൺഗ്രസ് MLA-മാരെ തന്നെ കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട്, അവരുടെ തന്നെ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾക്കൊപ്പം ചേരുക, ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള പ്രധാനികളെ തന്നെ കിട്ടുക, അതും തമിഴിൻ്റെ കാര്യം പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്കിവിടെ കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പൊതുവിൽ ഇതൊരു നേട്ടമായി തന്നെ BJP കാണുകയാണോ? ശരത്തെ, ലഭ്യമായ വിവരം വെച്ച് അവർ BJPയിൽ ചേരാൻ തീരുമാനിച്ചു എന്ന അറിവൊന്നും പുറത്തു വന്നിട്ടില്ല. അല്ല, വാർത്തകളിൽ രണ്ടുപേരുടെ കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ, അല്ല, ഇദ്ദേഹത്തിൻ്റെ കാര്യം എവിടത്തേക്ക് എന്ന് ഏതായാലും ഞാൻ ആ വാർത്ത എനിക്ക് അറിയാത്തതുകൊണ്ടാവാം, കാരണം ഞാൻ ഈ യാത്രയിലായിരുന്നു പൂർണ്ണ സമയം. ആയിക്കോട്ടെ, ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിൻ്റെ ജന്മദൗത്യം അവസാനിച്ചു എന്ന് പറയുന്നത് BJP അല്ല. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പറഞ്ഞു, കോൺഗ്രസ് ജനിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുക എന്നൊരു മഹത്തായ ദൗത്യവുമായിട്ടായിരുന്നു. ആ ദൗത്യം പൂർത്തിയാക്കി. ഇനി ആ പ്രസ്ഥാനം കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞ് പുതിയ രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കണം, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കണം. പക്ഷേ ഇതനുസരിക്കാൻ നെഹ്റു കുടുംബം തയ്യാറായില്ല. അവരൊരു കുടുംബ സ്വത്തായി ഇതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി. നീണ്ട 60 വർഷക്കാലം അവർ ഇന്ത്യ രാജ്യം ഭരിച്ചു. ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ അസ്വസ്ഥതകൾക്കിടയിലാണ് കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ വളരെ ക്ഷമാപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടി അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു. അത് കേവലം കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആ മാറ്റം പ്രകടമാണ്. ഇപ്പോൾ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് പോലും വിജയത്തിനു വേണ്ടി കേരളത്തിലേക്ക് ഓടേണ്ടി വന്നു. 35 വർഷക്കാലം ഭരിച്ച ബംഗാളിലും ആ മുന്നേറ്റം നടക്കുന്നു. 25 വർഷക്കാലം ഭരിച്ച ത്രിപുരയിൽ നടക്കുന്നു. അപ്പം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, രാജ്യത്തെ ജനങ്ങളുടെ പ്രതിസന്ധികളിലുള്ള പ്രയാസങ്ങളിലും താങ്ങും തണലുമാവാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. പുതുശ്ശേരിയിലെ നാരായണസ്വാമി, നമുക്കറിയാം, ഇത് വെറും 3 മാസം BJPയുടെ പേരിൽ ഈ ദുരാരോപണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടത് 3 മാസം കൊണ്ട് എന്ത് നേടാനാണ് ഒരു ഗവൺമെൻറ് അട്ടിമറിക്കാൻ എന്ത് സമയം നമുക്ക്? അങ്ങനെയായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. സ്വയം ആശയക്കുഴപ്പത്തിലും ആശയപ്രതിസന്ധിയിലും പെട്ട് മാസങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ അസ്വസ്ഥതകളുണ്ട്. നാരായണസ്വാമിക്ക് ഒരു ടീം ലീഡർ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴാണ് കാര്യങ്ങൾ തെളിഞ്ഞതെന്ന് കരുതിക്കൂടെ? 1. 2, നിങ്ങളുടെ ഉപാധ്യക്ഷനെ നോമിനേറ്റ് ചെയ്തു. അതിന് പിന്നിലത്തെ താല്പര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയും തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് തുടങ്ങിയ ആ പരിശ്രമം അടുത്ത കാലാവധി പൂർത്തിയാക്കും മുമ്പെങ്കിലും പൂർത്തീകരിക്കുമെന്ന ശപഥം നിറവേറ്റുക എന്ന് പറയുന്ന രാഷ്ട്രീയ ദൗത്യം BJP നടപ്പാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൂടെ? അല്ല, ഇനിയിപ്പോൾ ഒരു 3 മാസത്തിൽ കൂടി ഇത്രയും കാത്തിരിക്കുന്ന നമുക്ക് വേവോളം കാത്ത നമുക്ക് ഇനി 6 കാത്തുകൂടെ? അപ്പോൾ അതിലൊരു 3 മാസം ഒരു അവധിയൊന്നുമല്ല ശരത്തെ. മാത്രമല്ല, ശരത്തോട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാറ്റം കോൺഗ്രസിനകത്ത് തന്നെയാണോ? ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, MM ലോറൻസിൻ്റെ മകൻ പൗത്രൻ, കൂത്തുപറമ്പ് രക്തസാക്ഷി ശശി, പുഷ്പൻ്റെ സഹോദരൻ ശശി, ഇവരൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തന്നെയല്ലേ കടന്നു വരാൻ തയ്യാറെടുക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന പ്രതിസന്ധികളെയും ജനകീയ വിഷയങ്ങളിലുമുള്ള ഉത്തരം നൽകാൻ മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഭാരതീയ ജനതാ പാർട്ടി അവസരം തുറന്നു നൽകുന്നു ശരത്തെ. അത് ഒരു വലിയ മാറ്റം ഇന്ത്യയിൽ തുടക്കം കുറിക്കാൻ വേണ്ടി പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇത്തരം പല കോണങ്ങളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾക്ക് വസ്തുതാപരമല്ല, ജനങ്ങൾ അവരുടെ കൂടെയല്ല എന്ന് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 6 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളും പരിപാടികളും നിങ്ങൾ എന്തൊക്കെ വിമർശിച്ചാലും ഇതിനൊക്കെ ഇടയിലും
വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് കാലിക പ്രാധാന്യമുള്ള പ്രത്യയശാസ്ത്രമായി ഭാരതീയ ജനതാ പാർട്ടി മാറുന്നു. ഇന്ത്യയിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവർ കാണുന്ന ഉത്തരം BJP ആണ് എന്നുള്ളത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ മേന്മയായി കാണണം. കോൺഗ്രസിന്റെ നേതൃത്വപരമായ കഴിവുകൾ BJPയുടെ തലയിലേക്ക് കെട്ടിവെക്കരുത് ശരത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ ശ്രീമതി CS സുജാതയിലേക്കാണ് വരുന്നത്. വരുന്നതിന് മുമ്പ് നേരത്തെ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ നാരായണസ്വാമി സർക്കാരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഈ രാജിവെച്ചവർ അല്ലെങ്കിൽ വിട്ടുപോയവർ BJPയിലേക്കാണ് എന്ന് പറഞ്ഞോ? പക്ഷേ ഇതിലൊരു നല്ല തന്ത്രം BJP ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അത് നല്ല രസകരവുമാണ്. ഇപ്പോൾ 2014 അരുണാചൽ പ്രദേശ് 44 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. 2016 പതിവ് പോലെ കോൺഗ്രസിൽ അധികാര തർക്കമൊക്കെ ഉണ്ടായി. അന്ന് പേമ ഖണ്ഡു മുഖ്യമന്ത്രിയായി. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ NDA സഖ്യകക്ഷിയായ PPAയിലേക്ക് അദ്ദേഹം ചേക്കേറി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നേരിട്ട് ഈ കക്ഷിയിൽ നിന്ന് BJPയിലേക്ക് തന്നെ പോയി. ഈ 44-ൽ 43 കോൺഗ്രസ് MLAമാരെയും കൊണ്ടാണ് ഈ പറഞ്ഞയാൾ ആദ്യം ഒരു ഘടകകക്ഷി NDAയിലെ ഒരു ഘടകകക്ഷിയിലേക്ക് കയറുക, അവിടെ നിന്ന് നേരിട്ട് BJPയിലേക്ക് വരിക, കോൺഗ്രസ്സുകാരായിരുന്ന 44-ൽ 43 MLAമാരെയും കൊണ്ടുപോകുക. അപ്പോഴാണ് ഞാൻ നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞല്ലോ, ദുർമോഹികളാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുർമോഹികളുടെ എണ്ണം കോൺഗ്രസിൽ ആകെ പടർന്നു പിടിച്ചിരിക്കുകയാണ്, ഒരു മഹാരോഗം പോലെ എന്ന് തോന്നുക. മറ്റ് സ്റ്റേറ്റുകളുടെ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഷാജി ജോസഫ് അതൊക്കെ നിരത്താനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കാൻ വന്നത് ശ്രീമതി CS സുജാതയോട്, ഇപ്പോൾ MM ലോറൻസിൻ്റെ കൊച്ചുമകനെക്കുറിച്ചും കണ്ണൂരെ ഒരു രക്തസാക്ഷി കുടുംബത്തിലെ ഒരാളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ താങ്കൾക്ക് വേണമെങ്കിൽ OK വാസു അടക്കം BJPക്കാർ വന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു തരത്തിലും സുരേഷ് ബാബു യോജിക്കുന്നില്ല, അത് അനുചിതമാണ് എന്ന് പറഞ്ഞാലും വലിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നൊരു വാചകമുണ്ട് CS സുജാത. അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണോ? ആ പൊതുവർത്തമാനത്തെ ബലപ്പെടുത്തുന്നോ പുതുച്ചേരിയും? തീർച്ചയായിട്ടും ജയിക്കുന്നവർക്ക് BJPയിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇടത്താവളമായിട്ട് കോൺഗ്രസ് മാറിത്തീരുന്നു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യൻ പാർലമെൻറ്റിലെ 284 BJP MPമാരെ എടുത്തു നോക്കിയാൽ അതിൽ 100 പേർ പഴയ കോൺഗ്രസ്സുകാരാണ്. ബഹുമാന്യനായ സുരേഷ് ബാബു സാറ് അത് നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള 80 MLAമാരെയും മന്ത്രിമാരെയും എടുത്തു നോക്കിയാൽ അവർ പഴയ കോൺഗ്രസ്സുകാരാണ്. അത് കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ ശരത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ BJPയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് മധ്യപ്രദേശിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തയ്യാറായി. ഇന്നത്തെ പോലെ അവരവിടെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. ശ്രീ കമൽനാഥ് മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ പാർലമെൻറ്റിലെ ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു മാധവറാവു സിന്ധ്യയുടെ മകൻ, രാജീവ് ഗാന്ധിയുടെ ഫ്രണ്ടായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ, രാഹുൽ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇവിടെ ശരത്ത് തന്നെ വിശദീകരിച്ചു നോർത്ത് ഈസ്റ്റിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച്. അതിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, 44-ൽ 43 ആളുകളും കൂടെ പേമ ഖണ്ഡു അടക്കമുള്ള, അതായത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രിയായി മാറുക. അത് അരുണാചൽ പ്രദേശിൽ മാത്രമല്ല, മണിപ്പൂരിൻ്റെ സ്ഥിതി എന്താ? മണിപ്പൂരിൽ കോൺഗ്രസ് ഒന്നാമത്തെ കക്ഷിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ്സിലെ ആളുകളെ അടർത്തി മാറ്റി കൊണ്ടുപോയി BJP അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കി. ഒരിക്കലും അവർ മുന്നിൽ വരാത്ത സ്ഥലമായിരുന്നു. ജനങ്ങൾ ഭൂരിപക്ഷം ഗോവയിൽ കൊടുത്തു. പക്ഷെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? അവരുടെ പരാജയമാണെന്ന് ശ്രീ ദിഗ്വിജയ് സിംഗിനടക്കം സമ്മതിക്കേണ്ടി വന്നില്ലേ? കർണാടകയുടെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അവസാനമായി താങ്കൾക്ക് വേണമെങ്കിൽ OK വാസു അടക്കം BJPക്കാർ വന്നതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു തരത്തിലും സുരേഷ് ബാബു യോജിക്കുന്നില്ല, അത് അനുചിതമാണ് എന്ന് പറഞ്ഞാലും വലിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നൊരു വാചകമുണ്ട് CS സുജാത. അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണോ? ആ പൊതുവർത്തമാനത്തെ ബലപ്പെടുത്തുന്നോ പുതുച്ചേരിയും? തീർച്ചയായിട്ടും ജയിക്കുന്നവർക്ക് BJPയിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇടത്താവളമായിട്ട് കോൺഗ്രസ് മാറിത്തീരുന്നു. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യൻ പാർലമെൻറ്റിലെ 284 BJP
എം പിമാരെ എടുത്തു നോക്കിയാൽ അതിൽ 100 പേർ പഴയ കോൺഗ്രസ്സുകാരാണ്. ബഹുമാന്യനായ സുരേഷ് ബാബു സാറ് അത് നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള 80 MLA-മാരെയും മന്ത്രിമാരെയും എടുത്തു നോക്കിയാൽ അവർ പഴയ കോൺഗ്രസ്സുകാരാണ്. അത് കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ ശരത്ത് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലത്തെ BJP-യുടെ ഭരണത്തിന് അന്ത്യം കുറിക്കണമെന്ന് മധ്യപ്രദേശിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തയ്യാറായി. ഇന്നത്തെ പോലെ അവരവിടെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല. ശ്രീ കമൽനാഥ് മുഖ്യമന്ത്രിയായി. ഇന്ത്യൻ പാർലമെൻറ്റിലെ ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു മാധവറാവു സിന്ധ്യയുടെ മകൻ, രാജീവ് ഗാന്ധിയുടെ ഫ്രണ്ടായിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകൻ, രാഹുൽ ബ്രിഗേഡിലെ പ്രധാനിയായിരുന്ന ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇവിടെ ശരത്ത് തന്നെ വിശദീകരിച്ചു നോർത്ത് ഈസ്റ്റിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച്. അതിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ, 44-ൽ 43 ആളുകളും കൂടെ പേമ ഖണ്ഡു അടക്കമുള്ള, അതായത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രിയായി മാറുക. അത് അരുണാചൽ പ്രദേശിൽ മാത്രമല്ല, മണിപ്പൂരിൻ്റെ സ്ഥിതി എന്താ? മണിപ്പൂരിൽ കോൺഗ്രസ് ഒന്നാമത്തെ കക്ഷിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ്സിലെ ആളുകളെ അടർത്തി മാറ്റി കൊണ്ടുപോയി BJP അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കി. ഒരിക്കലും അവർ മുന്നിൽ വരാത്ത സ്ഥലമായിരുന്നു. ജനങ്ങൾ ഭൂരിപക്ഷം ഗോവയിൽ കൊടുത്തു. പക്ഷെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? അവരുടെ പരാജയമാണെന്ന് ശ്രീ ദിഗ്വിജയ് സിംഗിനടക്കം സമ്മതിക്കേണ്ടി വന്നില്ലേ? കർണാടകയുടെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അവസാനമായിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ BJP ആയി മാറുന്നത്? ബഹുമാന്യനായ ശ്രീ സുരേഷ് ബാബുവിൻ്റെ ചർച്ചയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ മുഖം നഷ്ടമായിരിക്കുന്നു. കോൺഗ്രസ് കൂടുതൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. കാരണം കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളുകൾ BJP-യിലേക്ക് ചേക്കേറുന്നു. BJP-യിലേക്ക് അവരങ്ങനെ വളരെ ഇതായിട്ടങ്ങ് പോവുമല്ല. BJP എല്ലാ കുതിരക്കച്ചവടവും കൃത്യമായി നടത്തുന്നു. ശരിക്കും കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള കച്ചവടം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വലിയ ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് അവരെ BJP-യിലേക്ക് കൊണ്ടുപോകുന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ് മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും അവരിങ്ങി വന്നുകൊള്ളുന്ന അല്ല. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഗവൺമെൻറ്റുകളെയും അട്ടിമറിക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ആളുകളെ BJP-ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം അവരിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഈ പണമെല്ലാം അടക്കം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായിരുന്നല്ലോ കോൺഗ്രസ്. അവർക്ക് ഈ ഒരു ഗതി ഇപ്പോൾ വന്നെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളെ ഈ മാതിരിയിൽ വിലക്കെടുക്കുവാൻ BJP-ക്ക് കഴിയുന്നു. അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും വളരെ വലുത് തന്നെയാണ്. ശരിക്കും BJP ഇവിടെ അവർ പറഞ്ഞല്ലോ, ഒരു ദൗത്യം സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പൈസയുടെ പോലും സംഭാവന കൊടുക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ആ BJP ഇപ്പോൾ പറയുന്നു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ BJP-യിലേക്ക് വരണം. മാസ്റ്ററെ, ഒരിക്കലും രാജ്യത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ 38% ആളുകൾ മാത്രമേ ഇപ്പോഴും BJP-ക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന് കരുതരുത്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുന്നു. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികളെല്ലാം ജനങ്ങൾക്ക് പതുക്കെയെങ്കിലും ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഗതി ഇന്ത്യ രാജ്യത്ത് വരുന്നത്. അംഗീകൃത പ്രതിപക്ഷം പോലും ഇന്ത്യയിലാകാൻ ഇന്ന് കോൺഗ്രസിന് കഴിയുന്നില്ല. മറിച്ച് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നിലപാട് ശരിയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കോൺഗ്രസ് തയ്യാറായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് കോൺഗ്രസിന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശരി, ശ്രീ ഷാജി ജോസഫ്, ഇപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ ഒറ്റകക്ഷിയായിരുന്നു കോൺഗ്രസ്. എന്നിട്ടും അവിടെ സർക്കാർ രൂപീകരിക്കാനായില്ല. ഇവിടെയെല്ലാം അധികാരത്തിൽ ജനങ്ങൾ കോൺഗ്രസിനെ എത്തിച്ചിട്ടും അതിനോട് നീതി പുലർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നുവെച്ചാൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചാലും BJP തോൽക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് ജനവിധിയുടെ സ്പിരിറ്റിനെ മാനിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന നിരവധി ഉദാഹരണങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തൊട്ടടുത്തുള്ള ഉദാഹരണമായി പുതുച്ചേരി മാറുകയല്ലേ? അതിന് അപവാദമായി നിൽക്കുന്ന ത്രിപുരയാണ്.
ത്രിപുരയിൽ പക്ഷേ മുഖ്യ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് അപ്പാടെ BJP വോട്ടായി മാറുന്നത് നമ്മൾ ത്രിപുരയിൽ കണ്ടതാണ്. അപ്പോൾ അധികാരം നൽകിയാലും ജയിപ്പിച്ചാലും കോൺഗ്രസിനെ ജയിപ്പിച്ചാലും BJP തോൽക്കുന്നില്ല. ഈ ഒരു രാഷ്ട്രീയമല്ലേ കോൺഗ്രസ് ഇന്ന് രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരത്തെ, ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. BJPയിലേക്ക് കോൺഗ്രസിന്റെ MLA-മാർ പോകുന്നു എന്ന് പറയുന്നത് അവിടെ BJPയുടെ മേന്മ കൊണ്ടാണ് കോൺഗ്രസിന്റെ MLA-മാർ പോകുന്നത് എന്ന് പറയുന്നതിനും അപ്പുറം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് സ്വീകരിക്കുന്ന ചില രാഷ്ട്രീയ കൗശല നീക്കങ്ങളുണ്ട്. ആ നീക്കങ്ങൾക്കാണ് കോൺഗ്രസിന്റെ MLA-മാർ അടിമപ്പെടുന്നത്. അത് നമുക്കറിയാം. കഴിഞ്ഞ 6 വർഷമായി പ്രത്യേകിച്ച് BJPക്ക് സാന്നിധ്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് BJP വളരുവാൻ അവർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടവുകൾ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഒരു ചൊല്ലുണ്ടല്ലോ, ഈ ചെന്നായിയെ ആട്ടിൻകുട്ടിയെ പോലെ കരയാൻ പ്രേരിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന്. അവർക്ക് ചെയ്യേണ്ടത് അവർ ചെയ്യുന്നു. പക്ഷേ ഈ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് MLA-മാർ മറ്റ് പാർട്ടികളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് നീങ്ങുന്നതാണ് വലിയ ചോദ്യം. ഇതിന്റെ കാരണം ഇപ്പോൾ പുതുച്ചേരിയുടെ കാര്യം മാത്രമൊന്ന് എടുക്കുക. 2016 നാരായണ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്നത്തെ കോൺഗ്രസിൽ എല്ലാ അധികാരങ്ങളും അൺഒഫീഷ്യലി അനൌദ്യോഗികമായി ആണെങ്കിൽ പോലും കയ്യിൽ വെച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി പുതുച്ചേരിയിലേക്ക് നടത്താൻ പോകുന്ന ആദ്യത്തെ യാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നാളെയാണ്. ഇതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കേന്ദ്രത്തിലിരിക്കുന്ന നേതൃത്വം, അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഒരു ചടുലതയുണ്ട്, ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനത താഴെത്തട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഐഡിയോളജിയും ആദർശങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ഈ പാർട്ടിയോട് ചേർന്നിരിക്കുന്ന ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലുള്ള ദുർമോഹികളായിട്ടുള്ള MLA-മാരും സംഘടനയുടെ പ്രധാന അമരക്കാരുമായിട്ടുള്ള ആളുകൾ BJP-യെ പോലുള്ള അധികാരത്തിലിരിക്കുന്ന പാർട്ടി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ അധികാര കൗശലങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനെ പിടിച്ചു നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലഹീനമാണെന്ന് തോന്നിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുക, ശരത്ത് പറഞ്ഞതുപോലെ പക്ഷേ ശ്രീ ഷാജി ജോസഫ്, എന്റെ ചോദ്യം മറ്റൊന്നായിരുന്നു. പ്രതിപക്ഷത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അധികാരത്തിലെത്തിച്ചാലും കോൺഗ്രസിന് BJP-യെ തോൽപ്പിക്കാനാവുന്നില്ലല്ലോ. അതല്ലേ ഈ സംസ്ഥാനങ്ങൾ തെളിയിക്കുന്നത്? ശരത്ത്, അത് തന്നെയാണല്ലോ. മധ്യപ്രദേശിൽ നമ്മൾ എന്താണ് കണ്ടത്? മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ നേതൃത്വം, ആ സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലുള്ള അവരുടെ വടംവലിയുടെ ഭാഗമായി മധ്യപ്രദേശിൽ കോൺഗ്രസ് 2 തട്ടിലേക്ക് നീങ്ങുകയും ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന കോൺഗ്രസിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ നേതാവ് അവിടെ ഒരു റിബല്യൻ കൊണ്ടുവന്നപ്പോൾ അതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തോട് വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കളല്ല ചെയ്യേണ്ടത്. അതിന് ശക്തമായ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഉണ്ടാകേണ്ടത്. ഈ ഹൈക്കമാൻഡിന്റെ പ്രശ്നമാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രശ്നം. ഹൈക്കമാൻഡ് എന്ന് ഞാൻ പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ മാത്രമല്ല. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സംഘടനകളുടെ ഇൻചാർജ് ആയിട്ടുള്ളവരൊന്നും ഈ പാർട്ടിയോടോ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരോടോ നീതി പുലർത്താതെ തന്നെ അവരുടെ രാഷ്ട്രീയ ബലഹീനതകൾ തന്നെ കൊണ്ട് ഇതിനെ നേരിടാൻ നോക്കുമ്പോഴാണ് ഈ പാർട്ടിയിൽ പുതുച്ചേരിയിൽ സംഭവിച്ചിട്ടുള്ള പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതാണ് ശരത്ത് കോൺഗ്രസിൽ നിന്നും ആളുകൾ പൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ആന്ധ്രാപ്രദേശിലേക്കൊന്ന് നോക്കിയേ, തെലങ്കാനയിലേക്കൊന്ന് നോക്കിയേ, എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ
സ്വയം ഊർജമാവഹിച്ചുകൊണ്ട് വീണ്ടും ശക്തമായി തിരിച്ചു വരേണ്ട രാഷ്ട്രീയ കക്ഷി എന്ന ഒരു സ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സംഘടനാ തലത്തിൽ ഒരു കാരണവശാലും ശക്തമായ ഒരു നായക സ്ഥാനം അല്ലെങ്കിൽ ഒരു നായകത്വം കൊണ്ടുവരേണ്ട നേതൃത്വം കോൺഗ്രസിന് കൈവിട്ടു പോയിരിക്കുന്നു. അത് വീണ്ടെടുക്കാതെ ഈ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിന് തടയാൻ സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ താങ്കളിലേക്കും മടങ്ങി വരാം. നേരത്തെ സൂചിപ്പിച്ച പോലെ ടെലിഫോൺ ലൈനിൽ മാഹി MLA ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ, എന്താണ് പുതുച്ചേരി സംസ്ഥാനത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, അതിനു മുമ്പ് തന്നെ സർക്കാരിനെ വീഴ്ത്തുക, നിങ്ങളുടെ സർക്കാരിനെ, പുതുച്ചേരി സർക്കാരിനെ വീഴ്ത്തുക എന്ന ശപഥത്തിലാണോ BJP? എന്താണ് പൊതുവായ ഒരു വിലയിരുത്തൽ? നാരായണസ്വാമി സർക്കാർ താഴെ പോകുമോ? ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നാരായണസ്വാമി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അസംബ്ലിയിൽ ഇപ്പോഴത്തെ അംഗങ്ങളുടെ സംഖ്യ ആക്ച്വലായിട്ടുള്ള സംഖ്യ 28 പേരാണ്. 33 അംഗ അസംബ്ലിയിൽ 5 പേര്, ആദ്യത്തെ ഒരാള് ദേവേരു എന്ന് പറയുന്ന ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് അദ്ദേഹത്തെ സ്പീക്കർ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 4 പേര് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് മാറി രാജിവെച്ചു. MLA സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ടുപോയി. 33 അംഗ അസംബ്ലിയിൽ 28 പേരേ ഉള്ളൂ. ആ 28 പേരില് കോൺഗ്രസിന് ഇപ്പോൾ 10 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിന്റെ സഖ്യകക്ഷിയെ DMK 14 അല്ലേ? 14 ഭരിക്കാൻ വേണ്ടത് 17 ഇപ്പോൾ 14 മുഖ്യമന്ത്രി പറയുന്നു വിശ്വാസ വോട്ട് തേടുമെന്ന് പറയുന്നത്. മാസ്റ്റർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അവിടെ നടക്കുന്ന ഈ ഓപ്പറേഷന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഈ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നത്? അതിന്റെ ഒരു രീതിയും അതിന് പിന്നിൽ ആരൊക്കെയാണ്? ഇത് ഇപ്പോൾ ആരംഭിച്ചതല്ല. അതെ, അത് മനസ്സിലായി. ഇപ്പോ ഏറ്റവും പുതിയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എങ്ങനെയാണ്? ഒന്നാമത്തെ കാരണം നിലവിലുള്ള MLA തുടർന്ന് അവർ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അവർക്ക് വിജയം ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ഞാൻ ചോദിക്കുന്നത്, ആ നിലയിൽ ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു BJPയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണോ? വലിയ തോതിൽ നടക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ഇപ്പൊ അടുത്ത ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല സാർ, ഇപ്പോഴെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാനുള്ള മറ്റൊരു കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം നിരാശാജനകമായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നും കൊണ്ട് തന്നെ ഇനിയൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് MLA-മാർക്ക് ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന ആ നിലയിൽ അസംതൃപ്തരായി നിൽക്കുന്നവരെ BJP ചാക്കിട്ട് പിടിക്കുന്നുണ്ടോ? ഉണ്ട്. അതാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരാളെ കൂടെ കിട്ടിയാൽ സർക്കാർ പൂർണ്ണമായും വീഴും. ഈ 14 എന്നുള്ള സ്റ്റാറ്റസും മാറും, സർക്കാർ വീഴും. അത് BJP ചെയ്യുമോ? അതിലേക്കുള്ള സാധ്യത കൂടുതലാണോ അവിടെ? അതിന്റെ ആവശ്യം ഇനിയൊരാളെ കൂടി കൂറുമാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയൊരു അവിശ്വാസ പ്രമേയം ഇന്ന് പ്രതിപക്ഷ നേതാവ് രംഗസ്വാമി സാറ് ഇനി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായെന്നും ഉടനടി മന്ത്രിസഭ രാജിവെക്കണമെന്നുമാണ്. തുടർന്ന് നാരായണസ്വാമി നടത്തിയ പത്രസ്ഥാനയിൽ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇന്നോ നാളെയോ ആയിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷം. നന്ദി ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ. മാഹി MLA ആണ് ഇപ്പോൾ സംസാരിച്ചത്. പുതുച്ചേരി നിയമസഭയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അവിടുത്തെ നിയമസഭാ അംഗമായിട്ടുള്ള ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ സംസാരിച്ചത്. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ ഷാജി ജോസഫിനോട് ചോദിച്ച പോലെ നിങ്ങളെ അധികാരത്തിലേറ്റിയിടത്തെല്ലാം നിങ്ങൾക്ക് ആ നിലയിൽ BJP പ്രതിരോധിക്കാനായിട്ടില്ല. തിരിച്ച് BJPയിലേക്ക് തന്നെ നേതാക്കളും പാർട്ടിയും സർക്കാരും പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മധ്യപ്രദേശ് തന്നെ ഉദാഹരണത്തിന്, മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരവുണ്ടായിരുന്നില്ല. അത് കേരളത്തിൽ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് അവിടെ കമൽനാഥിനെയും ജ്യോതിരാദിത്യ സിന്ധ്യയും മുൻനിർത്തി മുന്നോട്ട് പോയത്. അതിനുശേഷം തർക്കങ്ങൾ തുടർന്നു. ഈ രാഹുൽ ബ്രിഗേഡിൽ വാഴ്ത്തപ്പെട്ട ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിൽ അധികാരം നൽകിയാലും BJP തോൽക്കുന്നില്ല
എന്നുള്ള ഒരു രാഷ്ട്രീയം, ഗൗരവമുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇന്ന് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിനും, കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം പോകുമ്പോഴും അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയല്ലേ? സമൂഹത്തിൽ അധികാരത്തിനോട് താല്പര്യമുള്ള അല്ലെ അധികാരം മത്തുപിടിപ്പിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ആ ആളുകള് ഓരോരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേക്കേറിയിട്ടും ഉണ്ടാകും. അതൊന്നും ഞാൻ തർക്കിക്കാനുള്ള ആളല്ല. അപ്പോ കോൺഗ്രസിനകത്ത് നിന്ന് ആളുകൾ അധികാരമുള്ളിടത്തേക്ക് പോകും, അല്ലെ അധികാരം കിട്ടുന്നതിനും അധികാരം സ്വായത്തമാക്കുന്നതിനും ഉള്ളിടത്ത് പോകും. മധ്യപ്രദേശിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകാൻ, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അവിടെ MLA ഇല്ല, അതുകൊണ്ട് അവർ പോയില്ല. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമിതികൾ ധാരാളം പോയി. ത്രിപുരയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എങ്ങോട്ടാ പോയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന വിഷയങ്ങളല്ലേ. അതുകൊണ്ട് ഇതൊരു ചീത്തയാക്കുന്നത് വർത്തമാനമല്ല. പക്ഷെ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് രാഷ്ട്രീയ കക്ഷികൾ എവിടെയൊക്കെ സ്വാധീനമുണ്ടോ ആ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറുകണ്ഠം ചാടുന്നത് അതൊരു കോൺഗ്രസിന്റെ മാത്രം ഒരു 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 കുറ്റമായി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാത്രം ഒരു അപവാദമായി ചിത്രീകരിക്കുന്നത് കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് അനിവാര്യമായതുകൊണ്ട് ഞാൻ അതിനെ ടോളറേറ്റ് ചെയ്യുന്നു. അതല്ലാതെ തമിഴ്നാട്ടിൽ ശ്രീ സുരേഷ് ബാബു, ഒരു ചർച്ചയിലെ ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, താങ്കൾ ആ പറഞ്ഞതിനെ ഞാനും മാനിച്ചുകൊണ്ട് തന്നെ ഒരു ഉപചോദ്യം. താങ്കൾ ഈ ഒരു പൊതുവൽക്കരിക്കുക, പാർട്ടികളിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് സ്വാഭാവികമല്ലേ എന്ന നിലയിൽ പൊതുവൽക്കരിച്ചാൽ ഒരു വിശദീകരണമാകുമോ? രാജ്യമൊട്ടാകെ കോൺഗ്രസ് ആ നിലയിൽ എത്രയോ കേസുകൾ പറയാം, അതിനെല്ലാം ന്യായീകരിക്കാനോ മറച്ചുപിടിക്കാനോ കഴിയുന്ന തരത്തിൽ സ്പെസിഫിക് കേസസ് എവിടെയാണ്? ഇപ്പോൾ ത്രിപുരയുടെ കാര്യം താങ്കൾ പറഞ്ഞു, ആരെവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക്കായി പറയാവുന്ന ഏത് കേസാണ് കോൺഗ്രസിൻ്റെ മുമ്പിലുള്ളത്? ഇപ്പോൾ കോൺഗ്രസ് എന്ന പ്രതിപക്ഷമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP വോട്ടായി മാറിയിട്ടുള്ള വോട്ട് ഷെയറുകളെ കുറിച്ചൊക്കെ അന്ന് വലിയ ചർച്ച നടന്നിട്ടുണ്ട്. എവിടെയാണ് വലിയ കാഷ്വാലിറ്റി സംഭവിച്ചത്? കോൺഗ്രസ് വോട്ടുകളാണ് നേരെ ഇടിഞ്ഞ് കുത്തനെ താഴോട്ട് പോയത്. അവിടെയാണ് BJPയുടെ വളർച്ചയുണ്ടായിട്ടുള്ളത്. അധികാരം കിട്ടിയിടത്ത് അധികാരം കൈവിട്ടു പോകുന്നത് കോൺഗ്രസ് നോക്കി നിൽക്കേണ്ടി വന്നു. റൈറ്റ്, ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. ശ്രീ സുരേഷ് ബാബു, സാങ്കേതിക തകരാറുണ്ട്, ആ റേഞ്ചിൽ കട്ടായിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇവിടെ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ താങ്കൾ ഈ മുമ്പ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ജന്മദൗത്യം അവസാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് സൂചിപ്പിച്ചല്ലോ. അത് കേരളത്തിൻ്റെ കാര്യത്തിലും BJPയുടെ ഒരു വിലയിരുത്തലാണോ? അങ്ങനെയാണെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കാണുന്നത് പോലെയുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒഴുക്ക് കാലാന്തരത്തിൽ വലിയ താമസമില്ലാതെ കേരളത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസിൽ നിന്ന്? ശരത്തെ, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അസ്തമിച്ച കമ്മ്യൂണിസം, 35 വർഷക്കാലം ഭരിച്ച ബംഗാൾ, 25 വർഷക്കാലം ഭരിച്ച ത്രിപുര, 1967 മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന കേരളം, ആ കേരളത്തിൽ പോലും കോൺഗ്രസ് പോയാൽ BJPയിലേക്ക് എന്നതിന് എറണാകുളത്ത് ഒരു മുൻ എം പിയുടെ പുറകിൽ നമ്മൾ ചാക്കുമായി നടന്നതൊക്കെ ശരത്ത് ഓർക്കുന്നുണ്ടാകും. അവസാനം ചാക്കിൽ കയറാഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മുകളിൽ നിന്നും വിളി വന്നു, അദ്ദേഹം പോയി. അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മളിവിടെ വിലയിരുത്തേണ്ട വസ്തുത, ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി എടുത്ത കാലത്താണല്ലോ വന്നത്. മൃഗീയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസും നെഹ്റുവിന് ശേഷം EMS എന്നും ചെങ്കോട്ടയിൽ ചെങ്കൊടി വാറ്റുമെന്നും ഒക്കെ പറഞ്ഞ് ഇന്ത്യൻ മണ്ണിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി കണ്ടെത്താൻ ഈ പ്രത്യയശാസ്ത്രങ്ങൾക്ക് കഴിഞ്ഞില്ല. കാലഹരണപ്പെട്ടു. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ പൂർണ്ണമായിട്ടും ഓഡിയോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് സുജാത മേഡം പറഞ്ഞത് ഒരു അബ്ദുള്ളക്കുട്ടിയുടെ കഥ പേര് മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് ഷാജി പറഞ്ഞതും പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഓഡിയോയുടെ പ്രശ്നമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാമേന്ദ്ര മാഷ് പറഞ്ഞു വിജയമുറപ്പിക്കേണ്ടത് ഈ MLA-മാരുടെ ഒരു ലക്ഷ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മണ്ണിലും ഈ കുതിരക്കച്ചവടത്തിനപ്പുറത്തേക്ക് ജനമനസ്സിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ വികസനവും അതിൻ്റെ ആദർശവും കയറി കൂടുന്നു. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, 5 വർഷത്തെ നിരാശാജനകമായ ഭരണമായിരുന്നു നാരായണസ്വാമിയുടേത്. അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ടത് ഈ വസ്തുതയല്ലേ. ബംഗാളിലും കേരളത്തിലെ നമ്മുടെ ധർമ്മടത്തും തലശ്ശേരിയിലും അങ്ങ് പിന്നെ കോവളം നമ്മുടെ
പന്തളത്തും ഒക്കെ നടക്കുന്ന മാറ്റം എന്താ സൂചിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി കണ്ടെത്താൻ ഈ പ്രസ്ഥാനം, ഞാൻ ചോദിക്കട്ടെ, ഭാരതീയ ജനതാ പാർട്ടിക്ക് എവിടെയാണ് ഇന്ത്യയിൽ ഒരു ഇടം കിട്ടിയത്? നമ്മളൊക്കെ എഴുതി തള്ളിയിരുന്നു ഈ ഒരു പ്രത്യയശാസ്ത്രത്തിന് ഇന്ത്യൻ മണ്ണിൽ വേരോട്ടം ഉണ്ടാവില്ല. മാത്രമല്ല, ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ലെങ്കിൽ ഇന്ത്യൻ ജനത അത് കയ്യേൽക്കുമായിരുന്നോ? ജനത സ്വീകരിക്കുമായിരുന്നോ? ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരുപക്ഷെ അകത്തേക്ക് കടന്നു വന്നത് മലയാളിയായി AK ഗോപാലനായിരുന്നു. പുന്നപ്രയും വയലാറും കയ്യൂരും കാവുമ്പായും ഒഞ്ചിയവും തെലുങ്കാനയിലും പഞ്ചാബിലും ന്യൂഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ നമുക്ക് തോന്നി. കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ഉണ്ടാകും. പക്ഷേ ശരത്തെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ പ്രശ്നങ്ങൾക്ക്, പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും ജനങ്ങളുടെ നീറുന്ന പ്രതിസന്ധികൾക്ക് പ്രത്യയശാസ്ത്രപരമായും പ്രായോഗികമായും പരിഹാരം അവർ ഇപ്പോൾ. ഒരു നിമിഷം ജയചന്ദ്രൻ മാസ്റ്റർ താങ്കളോടാണ്. അതായത് നേരത്തെ കട്ടായി പോയതാണ്. ശ്രീ സുരേഷ് ബാബുവിലേക്ക് വന്നപ്പോൾ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അത് റേഞ്ച് കട്ടായതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ നിങ്ങൾ രണ്ടാളുകളും ഒരു പൊതു സാഹചര്യമാണ്, ചരിത്രപരമായി അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും ആ വിശദീകരണം കേട്ടിരിക്കേണ്ടതുമാണ്, നിങ്ങളത് ചെയ്തു. പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മളിപ്പോഴെന്താണ്, ഇപ്പോൾ രാജ്യമാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ പല സംസ്ഥാനങ്ങളിലും BJPയിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായി നിങ്ങളിലേക്ക് അധികാരവും വരുന്നു. സംസ്ഥാനങ്ങൾ കൂടുതലായി വരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ സ്പെസിഫിക്കായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള പുതുച്ചേരി എന്ന് പറയുന്ന സംസ്ഥാനത്തും എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിലുണ്ടാകുമോ എന്ന ലളിത ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് താങ്കൾ തന്നെ പറഞ്ഞു, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ജന്മദൗത്യം അവസാനിച്ചു. അത് മനസ്സിലാക്കാതെ നെഹ്റു കുടുംബം പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ദേശീയ സാഹചര്യത്തിൻ്റെ തുടർച്ച കോൺഗ്രസ്സുകാർ BJPയിലേക്ക് വരുന്നതിന് കേരളത്തിലും ഇടമൊരുങ്ങുമോ? ഞാൻ അങ്ങനെ ഒരു ചോദ്യമല്ലേ ചോദിച്ചുള്ളൂ. മാസ്റ്റർ എന്നോടാണോ? അതെ അതെ, ജയചന്ദ്രൻ മാസ്റ്ററോടാണ്. അല്ല, കേരളത്തിൽ എന്താണ് കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശങ്ക തന്നെ വെളിവാക്കുന്നുവല്ലോ. കേരളത്തിൽ പല കേന്ദ്രങ്ങളിലും ഇരുപക്ഷത്തു നിന്നും ഭയാനകമായ തോതിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വളരുന്നു. ഇത് CPM മാത്രമല്ല, CPI പറഞ്ഞു. ഇരു കക്ഷികളുടെയും ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങൾ BJPയിലേക്ക് ഒഴുകുകയാണ്. അത് കോൺഗ്രസ് മാത്രമല്ല നമ്മളിവിടെ കോൺഗ്രസിനെ മാത്രമായി കാണണോ? ഇപ്പൊ തമിഴ്നാട്ടിലും നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിലും ഈ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ അങ്ങ് ജമ്മു കാശ്മീരിൽ പോലും കോൺഗ്രസ് ഇല്ലാത്തടത്തും ഈ ഒരു മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ കേരളത്തിലും അടിത്തറ ഇരു കക്ഷികൾക്കും നഷ്ടപ്പെടുകയാണ്. ഇരു കക്ഷികൾ ശരത്തെ, ഞാൻ ജയചന്ദ്രൻ മാസ്റ്റർ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ BJPയുടെ വ്യാഖ്യാനം, BJPയുടെ നിലപാട് താങ്കൾ വിശദീകരിക്കുന്നതിനാണ് താങ്കൾ ചുമതലപ്പെട്ടിരിക്കുന്നത്. താങ്കൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചർച്ചയിൽ ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ പേരുള്ള തലയെടുപ്പുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തെ സംബന്ധിച്ച അത്തരമൊരു ഭയം കോൺഗ്രസ് കേരളത്തിലും കാട്ടേണ്ടതുണ്ടോ? ഒരു ദേശീയ സാഹചര്യത്തിൻ്റെ തുടർച്ച കേരളത്തിന് മാത്രമായി കോൺഗ്രസ് അങ്ങനെ അവകാശപ്പെടുന്നുണ്ടല്ലോ. കേരളത്തിലെ കോൺഗ്രസ് അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന അത്തരം ദുർമോഹികളില്ലാത്തതാണ്. നേരത്തെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞു, അങ്ങനെ ദുർമോഹികളില്ലാത്ത ഒരു കോൺഗ്രസ്സായി, ആർക്കും സ്വാധീനിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ പ്രവിശ്യയായി കോൺഗ്രസിന് കേരളത്തിലെ അതിൻ്റെ സംഘടനയെ സംരക്ഷിച്ചു നിർത്താനാവുമോ? ജയചന്ദ്രൻ മാസ്റ്റർ. അല്ല, അത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിലെ MLA-മാരും MP-മാരും ഒക്കെ ആക്കുന്ന ആളുകൾ ദുർമോഹികളാണ് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ സംഘടനാപരമായ പരാജയമാണ്. പറയുന്നത് കോൺഗ്രസ് അത്തരം ആളുകളെ ആണല്ലോ ഇവർ സ്ഥാനാർത്ഥികളാക്കുന്നത്. അമേഠിയിൽ നിന്ന് വരെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശരത്തെ, MM ലോറൻസിന്റെ മകനും കൊച്ചുമകനും തിരിച്ചെത്താമെങ്കിൽ, ഇത് എല്ലാ AKGയുടെ കുടുംബത്തിൽ നിന്ന് എത്താൻ സാധിക്കുമെങ്കിൽ രണ്ട് മുന്നണികളിലുമുള്ള തലയെടുപ്പുള്ള ആളുകൾ BJPയിലേക്ക് എത്തുന്നുണ്ട്. ശരി, അത് BJPയുടെ ഒരു പൊതുപ്രതീക്ഷ. റൈറ്റ്, സമ്മതിച്ചു. ശ്രീ സുരേഷ് ബാബു, നേരത്തെ താങ്കൾ പറഞ്ഞു വന്നപ്പോഴാണ് ഒന്ന് കട്ടായി പോയത്. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇപ്പോൾ കേരളത്തിൽ അടക്കം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ആ മുന്നണിക്ക് വളരെ രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ പ്രചരണത്തിനെടുക്കാൻ കഴിയുന്ന നല്ല അവസരമാണ്. സ്വാഭാവികമായും ആ മുന്നണി അത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞാൻ ചോദിച്ചത്, അതിലൊരു പ്രധാന പ്രശ്നമില്ലേ? നിങ്ങളെ ജയിപ്പിച്ചാൽ BJP തോൽക്കില്ല.
എന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തിന് മറുപടി പറയാൻ കഴിയാത്ത ദുർഘടം പിടിച്ച രാഷ്ട്രീയം പ്രശ്നങ്ങൾ കോൺഗ്രസിന് മുമ്പിലുണ്ട്. അതിനെ നേരത്തെ ശ്രീ ഷാജി ജോസഫ് പറഞ്ഞ പോലെ ദുർബലമായ സംഘടനാ നേതൃത്വമില്ലായ്മ, അതുപോലെ തന്നെ ഈ നയങ്ങളുടെ പ്രശ്നം, സാമ്പത്തികമില്ലായ്മ, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് പാർട്ടിക്ക് എന്നുള്ള വിലയിരുത്തൽ ഹൈക്കമാൻഡിൻ്റെ ഒരു വലിയ പിഴവായി നേരത്തെ ഷാജി ജോസഫ് ചൂണ്ടിക്കാട്ടിയത് കണ്ടില്ലേ? ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടുന്ന ഒരു ചില നിലപാടുകൾ എന്താണ്? കേരളത്തിന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അത് BJPക്ക് പോലും അങ്ങനെ കഴിയുന്നുള്ളൂ. BJP പോലും ഈ ഉത്തർപ്രദേശിലൊക്കെ പോലെ അല്ലെ മറ്റിതര സംസ്ഥാനങ്ങളിലെ പോലെ നേരെ ഒരു അയോധ്യയും രാമക്ഷേത്രവും പറഞ്ഞ് നേരെ കയറാനൊന്നും കഴിയുന്നില്ലല്ലോ BJPക്ക്. ഇവിടുത്തെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യമുള്ള ആളുകളെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുവന്ന് BJP വലുതാകാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതാണ്. കേരളത്തിലെ രാഷ്ട്രീയം അത് ചില അടിസ്ഥാന തത്വങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. കോൺഗ്രസ് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയുടെ RSSഉം ഒക്കെ ഒരു കാഡർ ബേസ്ഡ് പാർട്ടിയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ആ വ്യത്യാസങ്ങളെ വരെ നിർത്തിക്കൊണ്ട് നമ്മൾ കോൺഗ്രസിനെ അധികാരത്തിൽ ഏറ്റിയാലും BJP തോൽക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു സൂചന ഞാൻ കാണുന്നത്, ഒരു സൂചന, അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ളത് പിന്നീട് അറിയിക്കാം. എന്തെങ്കിലും തരത്തിൽ LDF ഒരു പരാജയം മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു LDF ഒരു പരാജയം മുന്നിൽ കണ്ടിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പോൾ അത് ഒരു വശത്ത് അവിടെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് BJPക്കാരോട് ചോദിക്കാനുള്ളത്, BJPയുടെ ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞത് എന്താ? കോൺഗ്രസിന്റെ ദൗത്യം അവസാനിച്ചു. എന്ത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക, അതിന് ജയിലിൽ പോവുക, അതിന് അടികൊള്ളുക, അതിന് തോക്കിനിരയാവുക, മരിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് ഇവർക്ക് ഭരിക്കാൻ വേണ്ടി നേരെ ഒരു സ്വതന്ത്ര ഇന്ത്യ അങ്ങോട്ട് കൊടുക്കുക. ഇതാണിപ്പോ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ BJP ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആഗ്രഹത്തിന് സഫലീകരിക്കത്തക്ക വിധത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം പ്രചാരണം നടത്തരുത് എന്ന ഒരു വിനയപൂർവമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇവിടെ BJP എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലോ ഇന്ത്യയിലോ വളരേണ്ടത്? എന്താണ്, ഏത് ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? എവിടെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം -GDP ഗ്രോത്തിലേക്ക് പോയ ഒരു അവസരത്തെ കുറിച്ച് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞാൽ അത് എവിടെ കിടക്കും? കർഷകർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ എത്രയായി? ഈ രാജ്യത്തെ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ 8-10 ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ ചെറുപ്പക്കാരെ, തൊഴിലില്ലാത്തവരെ തെരുവിലിറക്കുന്ന ഒരു ഗവൺമെന്റ്, സാമ്പത്തിക ഘടനയുള്ള ഗവൺമെന്റ്, ഏതൊക്കെ തരത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികളിൽ പൂർണ്ണമായ ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയിൽ നുഴഞ്ഞുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് ഇന്ത്യയുടെ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ സമ്പുഷ്ടീകരിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയാൻ അത് ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ BJP ഇന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാണ് എന്ന് പോലും കരുതുന്ന ഒരാളല്ല. ശരി, മത്സരം UDFഉം LDFഉം തമ്മിൽ തന്നെയാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വ്യത്യസ്തമായ മുഖങ്ങൾ കാണാൻ കഴിയും. UPയിൽ ഈ LDF ഇല്ല, UPയിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികളില്ല, UPയിൽ BJPയും കോൺഗ്രസുമാണ്. അവിടെ കോൺഗ്രസിനെ സഹായിക്കുന്നവരും കോൺഗ്രസ് ദുർബലമാണ്, കോൺഗ്രസ് ചീത്തയാണ്, കോൺഗ്രസ് നാളെ BJP ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ ആർക്കാണ് ഗുണം? അത് ആലോചിക്കാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ആളുകൾ തയ്യാറാകാത്തത്? കേരളത്തിൽ നിങ്ങൾ ഞാൻ താങ്കളിലേക്ക് വരാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ നിരീക്ഷണങ്ങൾ ശ്രീമതി CS സുജാത കേട്ടിരിക്കുകയാണ്. ഇതൊരു പ്രചരണം മാത്രമാണോ? വസ്തുതാപരമായ വിവരങ്ങളായി ഓരോ സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഓരോ വിവരങ്ങളും നിൽക്കുന്നു, വസ്തുതകളായി നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല.
ശ്രീമതി സി എസ് സുജാത, കേരളത്തിലൊരു ഭരണ തുടർച്ച എന്ന നിലയിൽ തന്നെ ഒരു നിലപാടെടുത്ത് ആ നിലയിൽ തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നതും അതനുസരിച്ചാണ് ജനങ്ങളോട് കാര്യങ്ങളെ വിശദീകരിച്ചു കൊണ്ടുമിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കേരളത്തിൽ UDF ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആ ക്യാമ്പുകളിൽ നിന്ന് പറയുന്ന ഒരു പ്രചരണം, ഇപ്പോൾ അത് മതനിരപേക്ഷ വോട്ടുകളിലും ന്യൂനപക്ഷ വോട്ടുകളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിധത്തിൽ കോൺഗ്രസ് തകർന്നാൽ BJP അധികാരത്തിലേക്ക് വരും, അത് ഇത്തവണ ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയിലേക്ക് പോയാലും ഭാവിയിൽ അത് സംഭവിക്കും എന്ന നിലയിലേക്കുള്ളൊരു പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ ആ ലക്ഷ്യത്തോടു കൂടി നടക്കുന്നു എന്നൊരു ഇടതു വിലയിരുത്തലുള്ളപ്പോൾ സത്യത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചാലും BJPയെ തോൽപ്പിക്കാൻ അതിലൂടെ കോൺഗ്രസിന് കഴിയുമോ, പ്രതിരോധിക്കാനാകുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തിരിച്ചിടതുപക്ഷം കോൺഗ്രസിനോടും ആ വാദഗതി ഉന്നയിക്കുന്നവരോടും നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിനെ ജയിപ്പിച്ചാലും BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഇവിടെ ശ്രീ സുരേഷ് ബാബു തന്നെ സമ്മതിച്ചു, ദുർമോഹികളായിട്ടുള്ള ആളുകളെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജയിച്ചു പോകുന്ന കോൺഗ്രസ്സുകാർ BJPയായി മാറുകയാണ്. BJP എങ്ങനെയാണ് ജയിച്ചു പോകുന്ന ആളുകളെ അപ്പാടെ കൊണ്ടുപോകുന്നതെന്നുള്ളതിൻ്റെ കഥയും ഇവിടെ ശരത്ത് വിശദീകരിക്കുകയുണ്ടായി. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണല്ലോ സൂചിപ്പിച്ച്, ഒരു തുടർ ഭരണത്തിലേക്കാണ് കേരളം പോകുന്നത്. കേരളത്തിൻ്റെ പൊതുസ്ഥിതി നമുക്കെല്ലാം അറിയാം. ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ മതനിരപേക്ഷ ജനവിഭാഗങ്ങളടക്കം ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളത്തിൽ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടയ്ക്ക് ശ്രീ മാസ്റ്റർ അത് പറഞ്ഞല്ലോ, വലിയ തോതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം എന്തുവായിരുന്നു? ഈ രണ്ട് കൂട്ടരുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ഇവർ പ്രയോഗിച്ചത്. പക്ഷേ അവിടെ കേരളത്തിലെ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായല്ലേ ചിന്തിച്ചത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റിലായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയതെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 99 സീറ്റിൽ ഇടതുപക്ഷത്തിന് മുന്നേറാനായി. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി ആളുകൾ ചിന്തിക്കുന്നത്? അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ്. സുവ്യക്തമായ നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. മൂന്നാമത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് സംഘടിപ്പിക്കുന്നു ഇടതുപക്ഷം. ഇടതുപക്ഷത്തിന് വലിയ ശക്തി രാജ്യത്താകെ ഉണ്ടോ എന്നിവിടെ ചോദിക്കേണ്ടായി. ഞങ്ങൾക്ക് ശക്തി കുറവാണ്, പക്ഷെ ഉള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിൽ നന്നായി ആശയപ്രചരണം ഞങ്ങൾ നടത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾ എടുക്കുന്നു. അദ്ദേഹം ഇവിടെ കൃഷിക്കാരുടെ സമരവും തൊഴിലാളികളുടെ സമരവും ഒക്കെ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന ഇത്തരം സമരങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ രാജ്യത്തെ പൊതുമേഖല തകർക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJPയുടെ നിലപാടിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന ഇത്തരം സമരങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ രാജ്യത്തെ പൊതുമേഖല തകർക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJPയുടെ നിലപാടിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഈ വിഷയങ്ങളൊക്കെ എടുത്ത് ഒരു നല്ല സമരം ഇന്ത്യ രാജ്യത്ത് സംഘടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ? പാർലമെൻറ്റിനകത്തോ പാർലമെൻറ്റിന് പുറത്തോ നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഇഷ്യൂസ് വരുമ്പോൾ പാർലമെൻറ്റിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു നല്ല ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പാർലമെൻറ്റിന് പുറത്തൊരു നല്ല സമരം നടത്താൻ തയ്യാറാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ശബ്ദം ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം പതുക്കെയെങ്കിലും ജനങ്ങൾ വരുന്നു എന്ന ഏറ്റവും നല്ല കാര്യം ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നടക്കുന്ന സമരങ്ങളാകെ തന്നെ എടുത്തു നോക്കിയേ. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഒരു വ്യാജ പ്രചരണം നടക്കുന്നു. അതിൽ UDF ഉണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, ഇവരെല്ലാം ചേർന്ന് നടത്തുന്നത്. ഈ കോൺഗ്രസ് അങ്ങ് തോറ്റുപോയാൽ 2026 ആകുമ്പോഴേക്കും BJP ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. പക്ഷെ കോൺഗ്രസിനെ ഇപ്പോഴങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കുറേ സ്റ്റേറ്റ് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അവസാനമായി 2 മാസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് പുതുച്ചേരിയിൽ. ആ പുതുച്ചേരിയിൽ നടക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ MLA തന്നെ ഈ ചർച്ചയിൽ വന്നുകൊണ്ട് പറയുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസ് എന്താണ് എന്നുള്ള ചിത്രം ആളുകൾക്ക് വ്യക്തമാകേണ്ടായി.
BJPയെ സംബന്ധിച്ചും അതിൻ്റെ നിലപാടെന്താണ് എന്ന് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും നന്നായി, അല്ലെങ്കിൽ അവരെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളുന്നത്, അത് വളരെ നന്നായി ഇടതുപക്ഷം ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആശങ്കയില്ല. ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനവിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ പോകുന്നു. ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല. കാരണം ഒരു തുടർഭരണം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുടെ ഒരു വോട്ടിംഗ് നിലവാരം നമുക്ക് നേരത്തെ മുതലേ നമ്മൾ കാണുന്നുണ്ട്. 2011 ഇലക്ഷന്, 15 ഇലക്ഷന്, 19 ഇലക്ഷന്, ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷന് അവരങ്ങ് മൃഗീയമായി വളർന്നുകൊണ്ട് പോകുകയാണെന്നൊന്നും മാസ്റ്ററെ അങ്ങനെ പറഞ്ഞു പോകല്ലേ. അങ്ങനെ വളരാൻ പറ്റുന്ന ഒരു മണ്ണല്ല, BJPക്ക് വളരാൻ പറ്റുന്ന ഒരു മണ്ണല്ല ഈ കേരളത്തിലേതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ ശരിയായ തീരുമാനം എടുക്കേണ്ട സമയത്തിൽ എടുത്തിട്ടുണ്ട്. അത് തുടർന്നും അവരെടുക്കാൻ പോവുകയാണ്. ശ്രീ ഷാജി ജോസഫ്, ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയും ഏറ്റവും താല്പര്യവുമുള്ള സംസ്ഥാനം കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി, ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് തട്ടിച്ച് നോക്കുമ്പോൾ ആ നിലയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് തൊട്ടടുത്ത് പുതുച്ചേരിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനമാണ്. ആ സംസ്ഥാനവും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ BJPയുടെ ഒരു ഓപ്പറേഷനിലൂടെ കോൺഗ്രസ് MLA-മാർ BJPയിലേക്ക് പോയി അതിനാൽ തകർന്നു പോകുന്ന ഒരു സാഹചര്യം. ആ MLA പറഞ്ഞത് കേട്ടില്ലേ, ഓൾറെഡി ആ സർക്കാർ വീണ് കഴിഞ്ഞു, ബാക്കിയൊക്കെ ഇനി സാങ്കേതിക അവസ്ഥ മാത്രമാണ്. മാഹിയിലെ MLA ആണല്ലോ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ കേരളത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരളത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആശങ്കാജനകമായി തന്നെ ആ പാർട്ടി വിലയിരുത്താൻ ഇടയുള്ളതല്ലേ? ശ്രീ ഷാജി ജോസഫ്, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം എന്ന് വിചാരിക്കുന്നു. ശ്രീ സുരേഷ് ബാബു, ഇന്നിപ്പോൾ കേട്ടൊരു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പുതുച്ചേരിയിലെ സംഭവവികാസങ്ങളൊക്കെ വന്നപ്പോൾ കേട്ടൊരു നല്ല കമൻ്റാണ്, ഒരു പൊളിറ്റിക്കൽ കമൻ്റാണ്. കേന്ദ്ര സർക്കാർ 2 കാര്യങ്ങളാണ് നിരന്തരം ചെയ്തു. റൈറ്റ്. ശ്രീ ഷാജി ജോസഫ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? റൈറ്റ്, ഇല്ല എന്ന് വിചാരിക്കും. ശ്രീ ഷാജി ജോസഫ്, ശ്രീ സുരേഷ് ബാബു, ഇന്നിപ്പോൾ നല്ലൊരു പൊളിറ്റിക്കൽ കമൻറ്റ് കണ്ടത്, 2 കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇന്ധനവില ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക. ഇന്നിപ്പോൾ പ്രീമിയം പെട്രോളിൻ്റെ വില 100 രൂപയിലെത്തിയ ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. മറുഭാഗത്ത് എല്ലാ ദിവസവും വളരെ നിരന്തരമായി പണിയെടുത്ത് കോൺഗ്രസ്സുകാരെ BJPയിലെത്തിക്കുക. 2 കാര്യങ്ങളാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിൽ ആകൃഷ്ടരായി, ആ രാഷ്ട്രീയവാദം അവിടെ നിൽക്കട്ടെ. പക്ഷേ ദേശീയ ഭരണത്തിൻ്റെ ആ ഒരു വളരെ കൃത്യമായ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് മുൻപ് നടന്നിട്ടുള്ള കുതിരക്കച്ചവടങ്ങൾ, കോൺഗ്രസ് രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള കുതിരക്കച്ചവടങ്ങളിലുമൊക്കെ മറച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു മറ പോലുമില്ലാതെ ഇപ്പോൾ ഈ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന BJP ഒരു ഭാഗത്ത്, കോൺഗ്രസ് മുക്ത ഭാരതം സത്യത്തിൽ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ജയിക്കുന്ന ഇടങ്ങളിലാണ് സർ. മധ്യപ്രദേശ്, മുമ്പ് പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ അടക്കം. അപ്പോൾ കോൺഗ്രസ് ജയിച്ചാലാണ് BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അവർക്ക് യഥാർത്ഥത്തിൽ പോകാനാവുന്നത്, തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം. അപ്പോൾ ഇതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പുതുച്ചേരിയുടെ പ്രശ്നത്തെ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നത്. വളരെ വളരെ തെറ്റായ ഒരു ഫൂട്ടിങ്ങിൽ നിന്നുകൊണ്ടാണ് ശരത് ഈ ചർച്ചയെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മൾ എന്താണ് ഇതിനകത്തുള്ള വളരെ ഗൗരവമായ ഒരു വിഷയം? ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എന്റെ നേരത്തെ സ്ലോട്ടിൽ ഞാൻ പറഞ്ഞതാണ്, കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ഗണനീയമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി BJPയെ ഞാൻ കാണുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷവും LDFും UDFും തമ്മിലുള്ള മത്സരം തന്നെയാണ് നടക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതെ, നിശ്ചയമായി തർക്കമില്ല സർ, അതിൽ തർക്കമില്ല. പക്ഷേ വോട്ടെടുപ്പിനെ കാണുന്ന വോട്ടർമാർക്ക് മുമ്പിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ കോൺഗ്രസിനെ സമീപിക്കുമ്പോൾ? അതാണ് അതിലെ വിഷയം. അത് നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം ഒന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത ശ്രീമതി സുജാത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ ഇത് സംസാരിച്ചോട്ടെ. ഇത്രയും വിരുദ്ധമായ ഒരു കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടിയുമായിട്ടല്ലേ
മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിൽ സഖ്യം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ആസാമിൽ ആ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്നല്ലേ മത്സരിക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ DMK അടക്കമുള്ള മുന്നണിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചല്ലേ. ഈ പറയുന്ന ഈ പോണ്ടിച്ചേരിയിൽ നമ്മൾ നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന DMK മുന്നണിയിലല്ലേ. അതിന് കോൺഗ്രസിനാണ് നേതൃത്വമെങ്കിൽ പോലും. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് വിമർശിക്കപ്പെടരുത് എന്നാണോ? എന്താ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ കണ്ണു പൂട്ടി പറയുന്നത് എന്താ? കണ്ണടച്ച് സംസാരിക്കുന്നത് എന്താ? എന്തുദ്ദേശത്തിലാണ്? എന്ത് ആവശ്യത്തിനാണ്? എനിക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് ചർച്ചയാകാം എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അതിന് പകരമായി ഈ രാജ്യത്തിന്റെ തന്നെ മുഖമണ്ഡലത്തിൽ കോൺഗ്രസിനെ BJP എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി എതിർക്കുന്നത് എന്തിനാണിത്? എന്താവശ്യത്തിനാണിത്? അങ്ങനെയാണെങ്കിൽ തന്റെ ഇടത്തോടു കൂടി പറയണം. ഞങ്ങൾ എവിടെ നിന്നാലും തിരക്കേടില്ല. തന്റെ ഇടത്തോടു കൂടി പറയാ. ബംഗാളിൽ ഞങ്ങളില്ല, ത്രിപുരയിൽ ഞങ്ങളില്ല, ക്ഷമിക്കണം, ആസാമിൽ ഞങ്ങളില്ല, മദ്രാസിൽ തമിഴ്നാട്ടിൽ ഞങ്ങളില്ല, പോണ്ടിച്ചേരിയിൽ ഞങ്ങളില്ല, കാരണം കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറാകണം. ഇത് രണ്ട് മുഖവും വെച്ച് സംസാരിക്കുന്ന അതൊരു ശരിയായ ഒരു കാര്യമാണ്. ഞാൻ വളരെ വ്യക്തിപരമായി വളരെ റെസ്ട്രെയിൻഡ് ആയി ഇടതുപക്ഷത്തിനെ വിമർശിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വളരെ റെസ്ട്രെയിൻഡ് ആയിട്ട്. എന്നിൽ നിന്ന് ശരത്തൊന്നും ഒരിക്കലും ഇങ്ങനെ കേട്ട് കാണില്ല. ഈ തരം ഒരു സമീപനവും ഞാൻ സ്വീകരിക്കാറില്ല. ഇതൊക്കെ കേട്ട് സഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾക്ക് ചെറുത്ത് തോൽപ്പിച്ച് പരാജയപ്പെടുത്തേണ്ടത് BJPയും RSSഉം തന്നെയാണ്. അതിനാരെയൊക്കെ കൂട്ടുമോ, ആരെയൊക്കെ കിട്ടുമോ അവരൊരുമിപ്പിച്ച് നിർത്തുന്നതിന് പകരം അവരിൽ പിന്നിലുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സ്വഭാവം, ഇടതുപക്ഷത്തിന്റെ നയം, അത് സ്വാർത്ഥ താല്പര്യത്തിന്റെ നയമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അവിടെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഒരു പ്രശ്നവുമാണ് താങ്കൾ ഉന്നയിച്ചത്. ഞാനത് നേരിട്ട് ശ്രീമതി CS സുജാതയുടെ നിലപാടുകളിൽ നിന്നുള്ള വിമർശനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞ ആ CPM സമീപനത്തിലെ ഒരു പോരായ്മയും വിമർശനവുമാണ് കുറച്ച് ശക്തമായി തന്നെ ശ്രീ സുരേഷ് ബാബു അവതരിപ്പിച്ചത്. മറുപടി ഉണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം ആ ഗവൺമെൻറ്റിനെ പുറത്തുനിന്ന് പിന്തുണച്ചു. എന്താ അങ്ങനെ പിന്തുണയ്ക്കാൻ കാരണം? BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പാടില്ല. BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന നില സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ്റിനെ പുറത്തുനിന്ന് ഇടതുപക്ഷം പിന്തുണച്ചതുകൊണ്ട് എക്കാലത്തേക്കും ഓർക്കാൻ കഴിയുന്ന ചില നിയമനിർമ്മാണങ്ങൾ ആ ഘട്ടത്തിൽ എടുക്കാൻ കഴിഞ്ഞു. ഇന്ന് BJP ഗവൺമെൻറ് 1,75,000 കോടി രൂപയ്ക്ക് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അങ്ങനെ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച ഘട്ടത്തിൽ അത് പാടില്ല എന്ന് ശക്തമായി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. ഞങ്ങൾ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച ജനവിരുദ്ധ നയത്തിനെതിരെ ശക്തമായി പോരാടുകയുണ്ടായി. അവിടെയാണ് ശ്രീ സുരേഷ് ബാബു അങ്ങ് മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വളരെ സുവ്യക്തമാണ്. ഞങ്ങൾ കോൺഗ്രസിനോട് പറയുന്നത്, നിങ്ങൾ വർഗീയതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. നിങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ മറ്റൊന്നുമല്ല പറയുന്നത്, ഇന്ന് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങളെ നഖശിഖാന്തം എതിർക്കാനുള്ള നിങ്ങളുടെ ശേഷി കുറഞ്ഞു വരുന്നു. ആ ശേഷിയിലേക്ക് നിങ്ങൾ വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ കോൺഗ്രസ് വിമുക്ത ഭാരതമെന്ന് BJP പ്രചരിപ്പിക്കുന്ന ആ പ്രചരണം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ? അങ്ങ് ആ നിലയിൽ എന്താ ചിന്തിക്കുന്നത്? ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലല്ലോ. പക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ BJPയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചു പോകുന്ന ആളുകൾ BJPയിലേക്ക് പോകുന്നു. അത് ചെറിയ സംസ്ഥാനത്ത് മാത്രമല്ല, പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് മാത്രം. അത് ഞങ്ങൾ പറയണ്ടേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു ശ്രീ SS അലുവാലിയ. ആദ്യം BJPയിലേക്ക് പോയ കോൺഗ്രസ് നേതാവാണ്. ഗാന്ധിജിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു. പോയില്ലേ? റീത്ത ബഹുഗുണ കോൺഗ്രസിലേക്ക് പോയില്ലേ? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മറ്റൊന്ന്, എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരാളാണ്, കോൺഗ്രസിൻ്റെ നാവായിരുന്നു പാർലമെൻറ്റിലെ ശ്രീ ലാൽ സിംഗ്, കാശ്മീർ എന്നുള്ളത്. ആ ലാൽ സിംഗ് പിന്നീട് BJPയുടെ മന്ത്രിയായി നമ്മൾ കാണുന്നു.
അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒന്നൊന്നായി BJP-യിലേക്ക് പോകുമ്പോൾ ഞങ്ങളിത് പറയണ്ടേ? ഇടതുപക്ഷം പറയണ്ടേ ഇങ്ങനെ നിങ്ങൾ പോകരുത്? അങ്ങ് തന്നെ പറയുന്നു അധികാരമോഹികൾ ദുർമോഹികളൊക്കെ ആളുകളായി കോൺഗ്രസ് മാറിത്തീരുന്നു. അങ്ങയുടെ സത്യസന്ധതയെ ഞാൻ അംഗീകരിക്കുന്നു. അങ്ങ് ഒരിക്കലും ഈ രൂപത്തിൽ കോൺഗ്രസ് പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങയുടെ കയ്യിൽ ഇത് നിൽക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷത്തെ അങ്ങനെ ശത്രുവായിട്ട് പോകരുത്. ഇടതുപക്ഷം പരാജയപ്പെട്ടോട്ടെ, എന്നാലും BJP രക്ഷപ്പെട്ടാൽ മതി എന്ന നിലയിൽ ചിന്തിക്കരുത്. പക്ഷേ അങ്ങയുടെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് രാജ്യത്ത് BJP അവരുടെ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനകത്തിൽ നിങ്ങൾ കയറാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവരെ തിരുത്താൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? ശക്തമായി നിങ്ങൾക്ക് അവരെ തിരുത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുമായില്ല. അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെ അടിമുടി പൊളിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ പൊളിച്ചെഴുതി നിങ്ങൾ പോകാൻ ശ്രമിച്ചാൽ മാത്രമേ ഇന്നത്തെ ഇന്ത്യയിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ശ്രീമതി CS സുജാത പറഞ്ഞത് BJP-ക്കെതിരായ ദേശീയ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിൽ സഹകരിക്കുമ്പോൾ പോലും കോൺഗ്രസിനുണ്ടാകുന്ന ഇത്തരം സംഘടനാപരവും രാഷ്ട്രീയവുമായ വീഴ്ചകൾക്കെതിരെ വിമർശിക്കേണ്ടതായി വരും. ആ സഹകരണത്തിൻ്റെ പേരിൽ കോൺഗ്രസിന് സംഭവിക്കുന്ന അപജയങ്ങളെ കണ്ണടക്കേണ്ടതല്ല എന്നുകൂടിയാണ് സൂചിപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തീർച്ചയായിട്ടും ശരത് ഒരു മിനിറ്റ്, എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അതായത് BJP എന്ന് പറയുന്ന വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ള സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിൽ സ്വീകരിക്കും. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ അതിശക്തമായി ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തിട്ടുണ്ട്. സഹകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കില്ല എന്നങ്ങ് ധരിച്ചു പോകരുത്. ഞങ്ങൾ ശക്തമായി നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും ശ്രീ സുരേഷ് ബാബു ആ നിലയിൽ തന്നെ വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുന്നയാളും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിഷയങ്ങളെ സമീപിക്കാറുമുള്ളത്. പക്ഷേ ചർച്ചയിൽ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ വളരെ ശക്തമായ ആർഗ്യുമെന്റ്സ് ഉന്നയിക്കേണ്ടത് ആ ചർച്ചയുടെ കൂടി ഭാഗമാണ്. താങ്കൾ ആ നിലയിൽ അതിന് തയ്യാറായത് തന്നെ എനിക്ക് തോന്നുന്നു ചർച്ചയുടെ ഒരു മേന്മയായി തന്നെ ഞാൻ എടുക്കുകയാണ്. ശ്രീ ഷാജി ജോസഫ് ഇടയിൽ കട്ടായിപ്പോയതാണ്. താങ്കളിലേക്ക് വരുമ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ച നേരത്തെ താങ്കളോട് ചോദിക്കാൻ വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ, മറ്റ് സ്റ്റേറ്റുകളിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് കേരളത്തിലെ വോട്ടർമാരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും എന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമല്ലേ? കോൺഗ്രസ് ഗൗരവത്തോടെയും ആശങ്കയോടെയും കാണേണ്ട ഒരു പ്രശ്നം ഇക്കാര്യങ്ങളിലാകെയുണ്ടോ? ശരത്തെ, എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സമ്മതിദായകരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് MLA-മാരും നേതാക്കളും കൊഴിഞ്ഞു പോകുന്നു എന്നതിനുമപ്പുറം കേരളത്തിലെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്ന് പറയുന്ന സംവിധാനം അതെങ്ങനെയാണ് ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനെ ഉള്ള അവരുടെ സമീപനം, ആ സമീപനം ചിലപ്പോൾ കേരളത്തിലെ സമ്മതിദായകർക്കിടയിൽ കോൺഗ്രസും BJP-യും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് ഉണ്ടായ വലിയ വിവാദങ്ങൾ, അതിൽ വലിയ ആരോപണങ്ങൾ, ആ ഒരു സംഭവത്തെ BJP കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റിനെ അല്ലെങ്കിൽ CPIM നേതൃത്വം കൊടുക്കുന്ന LDF-നെ ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല രാഷ്ട്രീയ ആയുധമായി തയ്യാറെടുത്ത് നീങ്ങുമ്പോൾ കേരളത്തിൽ UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എടുത്ത ആ പൊസിഷനിങ് എന്ന് പറയുന്നത് കേരളത്തിലെ സമ്മതിദായകരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും ഉൾപ്പെടെ ഈ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായി ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്താനുള്ള ഏറ്റവും നല്ല ശ്രമം ആരാണ് നടത്തുന്നത് എന്നതിൽ BJP-യോ കോൺഗ്രസോ ആരാണ് മത്സരിക്കുന്നത്
എന്ന ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമുണ്ടായി. ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ രാജാവ് നഗ്നനാണ് എന്ന് കോൺഗ്രസിനോട് CPIM ഇടതുപക്ഷ പാർട്ടികളോ വിളിച്ചു പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ BJP എടുക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ആർജവം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകേണ്ടത് ഒരു ആവശ്യമല്ലേ? അപ്പോൾ BJP വിരിക്കുന്ന വലയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വക്താക്കളായി മാറുന്ന സംഭവങ്ങൾ അവർ അവോയ്ഡ് ചെയ്യേണ്ടതല്ലേ? പക്ഷെ ഇതൊക്കെ ആകുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ കൃത്യമായ ഒരു പൊതുവായ ധാരണയോ ഒരു അജണ്ടയോ മുകൾത്തട്ടിൽ നിന്ന് താഴെ ഘടകങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ ബലക്ഷയമാണ് എപ്പോഴും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. നമ്മൾ നോക്കുന്ന കോൺഗ്രസ് പരാജയപ്പെടുന്നത് എവിടെയാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ശക്തി പഴയ കാലങ്ങളിലെ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രതിരോധികളെ പ്രതിരോധിക്കാനുള്ള കോൺഗ്രസിന്റെ ആർജവം നഷ്ടപ്പെടുന്ന രംഗം കൊണ്ടാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നമുക്കറിയാം, കോൺഗ്രസിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ്, പ്രചോദനം നൽകുന്ന, അധികാരമുള്ളപ്പോൾ മാത്രം പ്രചോദനം നൽകിയാൽ പോരല്ലോ. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അധികാരം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴും അണികൾക്കിടയിലും പ്രാദേശിക നേതൃത്വത്തിനിടയിലും ഒരു പ്രചോദനം നൽകുന്ന ഒരു നേതൃത്വം ഉണ്ടാകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പുതുച്ചേരിയിലെ ഒരു ഗവൺമെന്റ് രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് നമ്മളെല്ലാവരും കരുതുന്ന രാഹുൽ ഗാന്ധി ആദ്യമായി നാളെയാണ് അവിടെ ഒരു സന്ദർശനത്തിനായി പോകുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? കോൺഗ്രസിന്റെ അണികളെയും കോൺഗ്രസിന്റെ നേതാക്കളെയും വിശ്വാസമുള്ള ഒരു നേതൃത്വത്തിന് കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നും ശക്തമായ ഒരു നേതൃത്വം ഞങ്ങൾക്കുണ്ട് എന്നും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ, പ്രചോദനം നൽകുന്ന രീതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടാകണം. ഇല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ടുള്ള പോക്ക് വളരെ വലിയ പ്രശ്നമുണ്ടാക്കും. അതുപോലെ തന്നെ ഇപ്പോൾ LDFിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ ആ സാഹചര്യത്തിലും തങ്ങളുടെ ഭാഷയും തങ്ങളുടെ പ്രവർത്തനങ്ങളും BJP ഒരുക്കുന്ന രാഷ്ട്രീയ അജണ്ടയോട് ചേർന്ന് നിന്നാവരുത്, മതേതരത്വത്തിനും ജനങ്ങളുടെ വെൽഫെയറിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എതിരാകുന്നതാകരുത് എന്നൊരു തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രാദേശിക നേതൃത്വത്തിലും അണികളും ഉണ്ടാകേണ്ടത് വളരെ തീർച്ചയായും കേരളത്തിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് ഷാജി ജോസഫ് മുന്നോട്ട് വെച്ചത്. ദേശീയ സാഹചര്യത്തിൽ നിന്നും ആ പ്രശ്നങ്ങൾ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ എങ്ങനെയൊക്കെയാണ് പശ്ചാത്തലത്തിലൂടെ വെളിവാകുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അവിടെയാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ തന്നെ ഒരു വലിയ ആക്ഷേപവും പറച്ചിലുമുള്ളത്. കേരളത്തിലെ BJPയുടെ B ടീമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ആക്ഷേപം. അതാണ് ശ്രീ ഷാജി ജോസഫ് സൂചിപ്പിച്ചത്. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്ലസ് തന്നെയാണ്. പക്ഷേ അത്തരമൊരു ആക്ഷേപം നമ്മുടെ സമൂഹത്തിൽ പല സമയത്തും ഈ കാര്യങ്ങൾ പറയുന്നതിലും പ്രവർത്തിക്കുന്ന രീതിയും വെച്ച് നിലനിൽക്കുന്നുണ്ട്. ഷാജി ജോസഫ് ഭംഗിന്തരേണ സൂചിപ്പിച്ച് വെച്ചതിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. എനിക്ക് ശ്രവ്യമായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മറിച്ച് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടു. BJP കാണിക്കുന്ന കുതന്ത്രങ്ങൾ അദ്ദേഹം തുറന്നു കാണിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ അത്രയും കേൾക്കാൻ കഴിഞ്ഞു. അതിന് കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത് B ടീം പ്രയോഗത്തിന്റെ പ്രസക്തിയായി തോന്നിയതെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെ, ഷാജി ജോസഫിനെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ദേശീയ രാഷ്ട്രീയവും കൂടി വീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനായിരിക്കുമല്ലോ. സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ കോൺഗ്രസിനോട് കേരളത്തിൽ കാണിക്കുന്ന ശുദ്ധ നെറികേടും നന്ദികേടുമല്ലേ ശരത്തെ? ഇപ്പം നേരത്തെ സുജാത പറഞ്ഞു, ആദരണീയായ മുൻ MP പറയുന്നത് ഞാൻ കേട്ടു. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ആളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ആകെ ഇന്ത്യൻ പാർലമെൻറ്റിൽ മാഡം നിങ്ങൾക്ക് 3 MP-മാരാണുള്ളത്. അത് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ വലിയ മതനിരപേക്ഷ ഇടതുപക്ഷ അങ്ങ് എന്തൊക്കെയോ കഴിഞ്ഞ് തിളയ്ക്കുന്ന നിങ്ങൾക്ക് കിട്ടിയത് ഒന്നാ. തമിഴ്നാട്ടിൽ നിന്ന് 2 എണ്ണം കിട്ടിയത് ഈ പാവം സുരേഷ് ബാബുവിൻ്റെ കോൺഗ്രസിൻ്റെ ഔദാര്യമാണ് നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് മതനിരപേക്ഷ ഇടതുപക്ഷം. മാഡം, തമിഴ്നാട്ടിൽ ചെന്നാൽ നിങ്ങളുടെ മുന്നണിയുടെ പേര് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ്. ആരൊക്കെ ഉണ്ടെന്ന് അറിയുമോ? സുജാത മാഡത്തിന് പാർലമെന്റിൽ ഇരുന്ന ആളല്ലേ. DMK,
അറിയാം സാർ. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, അല്ല കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ്, സമയം തീരുന്നുണ്ട്. കേരളത്തിൽ പത്തനംതിട്ടയിൽ യെസ് മാഡം, ഞാൻ 2 കാര്യം ചോദിക്കുന്നു. അദ്ദേഹം അവരിപ്പം വികാരം കൊണ്ട് തിളച്ചു മറിഞ്ഞു. പത്തനംതിട്ട നഗരസഭയിൽ SDPIയുടെ 1/5 നഗരസഭയിൽ എങ്ങനെ കിട്ടിയെന്ന് വെളിവാക്കണമെന്ന് പറയുന്നത് BJP അല്ല. അവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി ബന്ധം പാടില്ലെന്ന LDFന്റെ പ്രഖ്യാപിത നയം ലംഘിച്ചാണ് എന്ന് പറയുന്നത് CPIയുടെ അടൂർ സേതുവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അടൂർ സേതുവും VK പുരുഷോത്തമനുമാണ്. SDPI കൂടെ കൂട്ടി മുസ്ലിം ലീഗിന്റെ മുന്നണിയിലിരിക്കുന്നവർ ഇനി തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞു. മാഡം, സ്റ്റാറ്റിസ്റ്റിക്സ് നേരെ വിരുദ്ധമാണല്ലോ. ഇന്ത്യയിലെ ശരാശരി തൊഴിലില്ലായ്മയേക്കാൾ കേരളത്തിലെ തൊഴിലില്ലായ്മ വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങയുടെ വിനീതമായ അറിവിലേക്ക് 7303 ഡോക്ടർമാർ, 44,559 എഞ്ചിനീയർമാർ, പട്ടിക വളരെ ഉണ്ട് മാഡം. എപ്പോഴും ചാകരയാണ് ഈ പാവം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കുറിച്ച്. അല്ല, ഞാൻ പറയുന്നത് മാഡം, ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഔദാര്യമാണ്. കേരളം കഴിഞ്ഞാൽ ഒക്കെ ചങ്ങാതിമാരായ വന്നാൽ നിങ്ങൾ ഈ ചാനലിൽ വന്ന് ഇത്തരം അടികൂടി കേരള ജനത എത്ര കാലം നിങ്ങൾക്ക് വഞ്ചിക്കാൻ സാധിക്കും? അതാണ് അടിസ്ഥാനപരമായി ഇക്കാര്യത്തിൽ ജയചന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ സമയം തീരുന്നതുകൊണ്ടാണ് ഞാൻ മറ്റു 2 പേരിലെ കൂടി ഒന്ന് വേഗത്തിൽ പോയി അവസാനിപ്പിക്കേണ്ടതുകൊണ്ടാണ്. ഇതാണ് കേരളത്തിലെ വോട്ടർമാരോട്, രാഷ്ട്രീയത്തോട് BJP പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിലാണ് അദ്ദേഹം അവസാനം ലാൻഡ് ചെയ്ത് എത്തിയതും. ഞാൻ ശ്രീ സുരേഷ് ബാബുവിലേക്ക്, ദീർഘമായൊരു സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടും ശ്രീ ഷാജി ജോസഫ് കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് മുന്നോട്ട് വെച്ച വിമർശനങ്ങൾ വസ്തുതാപരമായി ഉൾക്കൊണ്ട് പരിശോധിക്കേണ്ടത് കൂടിയല്ലേ? ഞാനത് അത്ര മാത്രമേ താങ്കളോട് ചോദിക്കുന്നുള്ളൂ. ഷാജി ജോസഫ് പറഞ്ഞതിനോട് വിയോജിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിഷ്പക്ഷമായ കോണുകളിലൂടെ നോക്കിക്കാണുന്ന ചില വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകാം. അതിനെയൊക്കെ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അതിനോട് ഒന്നും ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഞാൻ സ്വീകരിക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യവുമായി അദ്ദേഹത്തിന്റെ വിമർശനത്തിന് ധാരാളം അകലങ്ങളുണ്ട് എന്ന് എനിക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. കാരണം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അല്ലാത്ത ഒരു സമീപനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം ഇത് അത്യാവശ്യമായി കോൺഗ്രസും BJPയും Aയും Bയും ആണ് എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ സോഷ്യൽ സ്ട്രക്ചറിൽ അത്യാവശ്യമായിരുന്നു LDFന്. കാരണം കേരളത്തിന്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ഒരു കോമ്പിനേഷൻസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം അത് RSS BJPയോട് സമരസപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് അത്യാവശ്യമായ ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ പ്രചരിപ്പിക്കുന്നത് ഇത്തരം മാധ്യമ പ്രവർത്തകരിലൂടെ ആയിരിക്കും എന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ആ പ്രചാരണത്തിനൊന്നും കഴിഞ്ഞ 19ലെയും 20ലെയും തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ വേലിയേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം എന്താണ്? നിഷ്പക്ഷമായി രാഷ്ട്രീയത്തെ വിലയിരുത്താൻ കഴിയുള്ള ഒരു സമൂഹം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റിതര സംസ്ഥാനങ്ങളെ പോലെയല്ല. തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഏറെ കോലാഹലങ്ങൾക്കും കോളിളക്കങ്ങൾക്കും വിവാദങ്ങൾക്കും നടുവിൽ നമ്മളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി കൂടി കണ്ടതാണ്. ഞാൻ ഒറ്റ വാചകത്തിൽ ശ്രീ ഷാജി ജോസഫ്, സമയമില്ല, എനിക്ക് ശ്രീമതി CS സുജാതയിലൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. അതായത് താങ്കളെ സംശയിച്ചുകൊണ്ടാണ് ശ്രീ സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ വാദം വെച്ചത്. താങ്കളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരിലൂടെ ഇത്തരം വാദങ്ങൾ ഇടതുമുന്നണി കടത്തിവിടുന്നുണ്ടാകാം എന്ന നിലയിൽ അതിന് ഒറ്റ വാചകത്തിലൊരു കമൻറ്റ് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വന്നതാണ്. പറയാനുള്ള ശ്രീ മാസ്റ്ററും ശ്രീ സുരേഷ് ബാബുവും പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, ഞാനെന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ച് വലിയ കാര്യമായ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. എനിക്കതിൽ വലിയ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയ രംഗത്ത് ഉടലെടുത്ത് നിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ ഒരു അന്തരീക്ഷത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എടുക്കേണ്ട ഒരു ഞാനിന്മേൽ കളിയാണ് BJP കോൺഗ്രസിന് മുൻപിൽ അവതരിപ്പിച്ചു നിർത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടി വരും. അതല്ല എങ്കിൽ ഈ 2 പാർട്ടികളും സംസാരിക്കുന്ന ഒരു ഭാഷയായി മാറുന്ന അപകടത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തും എന്ന അപകടകരമായ ഒരു സാഹചര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ കോൺഗ്രസിനെതിരാണെന്നോ ഞാൻ ഒരു മാധ്യമപ്രവർത്തകന്റെ നിരീക്ഷണമായി തന്നെ ഞാൻ എടുക്കുന്നു. ശ്രീമതി CS സുജാത, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയം, താങ്കളുടെ കൂടി ഒരു ചെറിയ ഊഴം. അല്ല, അതെ,
മാസ്റ്റർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങളുടെ സ്ഥിതി, നിങ്ങളുടെ അവസ്ഥ. ഞാൻ പറയുന്ന കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, വേഗം പറഞ്ഞോളൂ. കേൾക്കാം. അതായത് ഒരു പാർലമെന്റിനകത്തിരിക്കുന്ന ഇന്നത്തെ എംപിമാരിൽ 100ഓളം ആളുകളെ, കോൺഗ്രസിൽ നിന്ന് 100ഓളം ആളുകൾ പോയിട്ടുള്ളതാണെന്ന് ഞാൻ എൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. പിന്നെ ഇവിടെ ഞങ്ങളുടെ ശക്തി കുറവാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ശക്തി കുറവുള്ള ഇവർ BJP സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് സംഘടിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ. പക്ഷെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ നിങ്ങളിവിടെ ഉന്നയിച്ച എല്ലാ വാദമുഖങ്ങളെയും തള്ളിക്കൊണ്ടു. ഞങ്ങൾ ഒരു അവിശുദ്ധ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാട് സുവ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഭരണം എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ നന്നായി ഞങ്ങൾ വിശദീകരിച്ചു. ജനങ്ങൾ നിങ്ങളുടെ എല്ലാ വാദഗതികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതുകയുണ്ടായി. നിങ്ങൾക്ക് വളരാൻ പറ്റുന്ന മണ്ണല്ല ഈ കേരളമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ വോട്ടർമാർ ചിന്തിക്കാൻ പോകുന്നു. ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം പോവുകയാണ്. ഏതായാലും ഈ ചർച്ച എത്തിച്ചേർന്നത് പുതുച്ചേരിയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കാം എന്നതുകൂടിയാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം 9 PM പ്രിയ എത്തും.